ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു വൺ അനദർ സെഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ക്ലാസ് 11ലെ പി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഗ്രൂപ്പ് 14 എലമെൻസും ഗ്രൂപ്പ് 13 എലമെൻസും. ഗ്രൂപ്പ് 13 എലമെൻസിലാണ് വരുന്നത് നമ്മുടെ ഓക്സോ ആസിഡ്സ് ഓഫ് ബൊറാക്സ്, ഓർത്തോബോറിക് ആസിഡ്, ഡൈബൊറൈൻ, പിന്നെ നമ്മൾ കാർബൺ ഡയോക്സൈഡ്, സിലിക്കോൺസ്, സിയോലൈറ്റ്സ്, സിലിക്കേറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ബ്രീഫായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പം നമുക്ക് ഗ്രൂപ്പ് 15, 16, 17, 18 അതിൽ വന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഡൈനൈട്രജൻ, അമോണിയ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫീൻ, ഫോസ്ഫറസ് ഹാലൈഡ്, ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്, സിൻഡഹാലജൻ കോമ്പൗണ്ട്, സൾഫ്യൂരിക് ആസിഡ്, ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ തുടങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഓഗസ്റ്റ് 6th നമ്മുടെ എക്സാം ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും. ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈമുണ്ട്, മാക്സിമം കവറപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഗ്രൂപ്പ് 15 എലമെൻസിലേക്കാണ് പോകുന്നത്. നൈട്രജനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നൈട്രജൻ ഫാമിലി, അതായത് ഗ്രൂപ്പ് 15 എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് 15 ഫാമിലിയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നോക്കിക്ക് നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ആർസനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന 5 ആൾക്കാർ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്, ഫോസ്ഫറസും നോൺ മെറ്റലാണ്. പക്ഷേ ആർസനിക് കണ്ടോ മെറ്റലോയിഡ്, ഇറ്റ് വിൽ ഷോ ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആൻറ്റിമണി അഗെയിൻ മെറ്റലോയിഡ് ആണ്, ബിസ്മത്ത് മെറ്റലാണ്. അപ്പം ബിസ്മത്ത് മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, താഴത്തേക്ക് വരുമ്പോൾ ഇന്ന ഗ്രൂപ്പിൽ താഴത്തേക്ക് വരും തോറും ഇവിടെ എന്താ സംഭവിക്കുന്നതാണ് ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത്. താഴത്തേക്ക് വരും തോറും ഇവിടെ എന്ത് സംഭവിക്കുന്നു? മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. അഗെയിൻ ഗ്രൂപ്പ് 16ലേക്ക് പോയേ. ഗ്രൂപ്പ് 16ൽ നമുക്ക് ചാൽക്കോജൻസ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് 16 ഓക്സിജൻ ആണ് ഫസ്റ്റ് മെമ്പർ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആണ്. ഇവിടെ പൊളോണിയം മെറ്റൽ ആണ്. അഗെയിൻ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. നോൺ മെറ്റൽ സൾഫർ നോൺ മെറ്റൽ ആണ്, സെലീനിയം നോൺ മെറ്റൽ ആണ്, ടെലൂറിയം മെറ്റലോയിഡ് ആണ്, അഗെയിൻ പൊളോണിയം മെറ്റൽ ആണ്. അഗെയിൻ ഗ്രൂപ്പ് 17ലേക്ക് പോയി കഴിഞ്ഞാൽ ഹാലോജൻസ് ആണ്. ഹാലോജൻസ് മീൻസ് അവിടെ സോൾട്ട് പ്രൊഡ്യൂസിങ് എന്നുള്ളതാണ് ഹാലോജൻസ്. സോൾട്ട്, ഹാലോ മീൻസ് സോൾട്ട് ജനറേറ്റിംഗ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ ആണ് നമ്മുടെ മെമ്പേഴ്സ് വരുന്നത്. ഫ്ലൂറിൻ ഫാമിലി എന്നറിയപ്പെടുന്നു. ഫ്ലൂറിൻ ഒരു നോൺ മെറ്റലാണ്, ക്ലോറിൻ അഗെയിൻ ഒരു നോൺ മെറ്റലാണ്, ബ്രോമിൻ അഗെയിൻ ഒരു നോൺ മെറ്റലാണ്, അയോഡിൻ നോൺ മെറ്റലാണ്, അസ്റ്റാറ്റിൻ നോൺ മെറ്റലാണ്. ഇത് കംപ്ലീറ്റ്ലി നോൺ മെറ്റലാണ് ഇവിടെ എല്ലാം വരുന്നത്. അഗെയിൻ ഗ്രൂപ്പ് 18, അതായത് നമ്മുടെ നോബിൾ ഗ്യാസസ്, അതായത് 8 ഇലക്ട്രോൺസ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ നോബിൾ ഗ്യാസസ്. അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നിയോൺ ഉണ്ട്, ഹീലിയം ഉണ്ട് കേട്ടോ, ടോപ്പിൽ ഹീലിയം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിയോൺ ഉണ്ട്. നിയോൺ നോൺ മെറ്റലാണ്, ഹീലിയം ഒബ്വിയസ്ലി നോൺ മെറ്റലാണ്, ആർഗൺ നോൺ മെറ്റലാണ്, ക്രിപ്റ്റൻ നോൺ മെറ്റലാണ്, സിനോൺ നോൺ മെറ്റലാണ്, റെഡോൺ നോൺ മെറ്റലാണ്. അപ്പോൾ ഇവരെല്ലാം നോൺ മെറ്റലാണ്. നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ, റെഡോൺ. അതിനകത്ത് നമുക്ക് സിനോണിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്രീഫായിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഈ 4 ഫാമിലീസിനെ കുറിച്ചാണ് ഗ്രൂപ്പ് 15, 16, 17 ആൻഡ് 18. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് 15 എലമെൻസിനെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന ചെല്ലപ്പേരാണ് നിക്ടോജൻസ് എന്നാണ് വിളിക്കുന്നത്. നിക്ടോജൻസ്, ഇത് ഗ്രൂപ്പ് 15 എലമെൻസിനെ നമ്മൾ നിക്ടോജൻസ് എന്ന് വിളിക്കും. ഇനി ഇവർ നമുക്ക് സൈസിൻ്റെ ഓർഡർ നോക്കുവാണെങ്കിൽ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, താഴത്തേക്ക് പോകണം. നൈട്രജൻ, ഫോസ്ഫറസ് സൈസ് വലുതായി വരുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്. സൈസ് എന്ത് ചെയ്യുവാണ്? സൈസ് ഈസ് ഇൻക്രീസിങ് മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇനി ഇവരെ വിളിക്കുന്ന പേര് നിക്ടോജൻസ് എന്നാണ്. ഒരു ടി ഉണ്ട് അവിടെ, നിക്ടോജൻസ്. ഇനി സൈസ് കൂടുന്നത് തന്നെ എന്ത് സംഭവിക്കും? സൈസ് കൂടുക മീൻസ് അതിൻ്റെ അറ്റോമിക് റേഡിയസ്, അതായത് ഫ്രം ദ സെൻറ്റർ ടു ദി ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള അറ്റോമിക് റേഡിയസ് കൂടുകയാണ്. അതുപോലെ തന്നെ അയണിക് റേഡിയസ് കൂടുകയാണ്. അറ്റോമിക് റേഡിയസും അയണിക് റേഡിയസും കൂടുന്നത് കൊണ്ട് തന്നെ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കും? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനായിട്ടുള്ള എനർജി സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അയണൈസേഷൻ എനർജി കുറയുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി
ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ് 15 എലമെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കോമ്പൗണ്ട്സിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് പഠിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡൈനൈട്രജൻ ആണ്. അതായത് 2 നൈട്രജൻ ആറ്റം തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ടഡ്, 2 നൈട്രജൻ ചേർന്നിട്ട് ഒരു ട്രിപ്പിൾ ബോണ്ട് വഴി ഫോം ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഡൈനൈട്രജൻ എന്ന് പറയുന്നത്. N2 എന്ന് നമ്മൾ പൊതുവേ പറയും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇലക്ട്രോണിക് സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാം 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 2,5 വരും. സോറി, ഞാൻ കറക്റ്റായിട്ട് പറയട്ടെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 2,5 വരും. ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 5 ഇലക്ട്രോൺസിനെ വെച്ച് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡോട്ട് സ്ട്രക്ചറിനെ പറയുന്നവരാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 ഇലക്ട്രോൺ ഉണ്ട്. 5 ഇലക്ട്രോണിനെ നമുക്ക് നൈട്രജന് ചുറ്റും ഇങ്ങനെ വെച്ചു. അഗെയിൻ 1 മോർ നൈട്രജൻ ആറ്റം ഇതുപോലെ തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 5 ഇലക്ട്രോൺസിനെയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന 3 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ. അപ്പോൾ ഇനി ഇവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് ടു അറ്റൈൻ ദി ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5ൻ്റെ കൂടെ എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം കൂടി വേണം അല്ലേ? ഈ 5ൻ്റെ കൂട്ടത്തിൽ 3 ഇലക്ട്രോണിനെ നമുക്ക് ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാം, 3 ഇലക്ട്രോണിനെ. അങ്ങനെ ഈ 3 ഇലക്ട്രോണിനെ വാങ്ങിച്ച് ഈ നൈട്രജൻ ഇപ്പോൾ ഫുള്ളി 8 ഇലക്ട്രോൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. അതുപോലെ തന്നെ ഈ നൈട്രജൻ ഇപ്പോൾ ഫുള്ളി 8 ഇലക്ട്രോൺ ആയിട്ട് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കും, കണ്ടോ? അപ്പോൾ ഈച്ച് ആൻഡ് 2 നൈട്രജൻ ആറ്റം, ഈ 2 നൈട്രജൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺ വീതം കിട്ടി, അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇങ്ങനെ ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷനാണ് ട്രിപ്പിൾ ബോണ്ടഡ് ഫോർമേഷൻ. ഈ ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ വഴിയാണ് നമ്മുടെ ഡൈനൈട്രജൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ഡൈനൈട്രജൻ്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡൈനൈട്രജൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദ ലിക്വിഫാക്ഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയോ അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ ഓഫ് എയർ വഴിയോ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലിക്വിഡ് ഡൈനൈട്രജൻ ഡിസ്റ്റിൽസ് ഔട്ട് ഫസ്റ്റ്, ലീവിംഗ് ബിഹൈൻഡ് ലിക്വിഡ് ഓക്സിജൻ. അപ്പോൾ ലിക്വിഡ് ഓക്സിജനെ മുമ്പായിട്ട് തന്നെ ലിക്വിഡ് നൈട്രജനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഡൈനൈട്രജൻ്റെ ലാബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് വിത്ത് സോഡിയം നൈട്രൈറ്റും അമോണിയം ക്ലോറൈഡിൻ്റെ അക്വസ് സൊല്യൂഷനും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കും. നമുക്ക് N2, അതായത് നമുക്ക് വേണ്ട ഡൈനൈട്രജൻ പ്ലസ് വാട്ടർ മോളിക്യൂൾ പ്ലസ് നമ്മുടെ കോമൺ സോൾട്ട് സോഡിയം ക്ലോറൈഡ്, ഇവ 3 കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ലബോറട്ടറിയിൽ നമ്മളെ ഡൈനൈട്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റും NaNO2. അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈനൈട്രജൻ കിട്ടുന്നത്. അടുത്ത സ്മോൾ എമൗണ്ട് ഓഫ് NO ആൻഡ് HNO3 ആർ ഓൾസോ ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ. ദീസ് ഇംപ്യൂരിറ്റീസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ പാസിംഗ് ദി ഗ്യാസ് ത്രൂ അക്വസ് സൾഫ്യൂരിക് ആസിഡ് കണ്ടെയ്നിങ് പൊട്ടാസ്യം ക്രോമേറ്റ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഫെർദർ നമ്മൾ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ക്ലാസ് 12 കെമിസ്ട്രിയിലാണ് ശരിക്കും ഇത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡൈനൈട്രജൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമോണിയം ക്ലോറൈഡും അമോണിയം നൈട്രൈറ്റും കൂടെ റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് N2 ഫോം ചെയ്യുന്നത്. ഇനി ഡൈനൈട്രജൻ ക്യാൻ ഓൾസോ ബി ഒബ്റ്റൈൻഡ് ബൈ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ഡൈക്രോമേറ്റ്. അമോണിയം ഡൈക്രോമേറ്റിൻ്റെ തെർമൽ ഡിക്കമ്പോസിഷൻ വഴിയും നമുക്ക് ഡൈനൈട്രജൻ അല്ലെങ്കിൽ N2 ഫോം ചെയ്യാൻ വരും. അവിടെ എന്താ? അമോണിയം ഡൈക്രോമേറ്റ് എടുക്കണം. അമോണിയം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O4, അതുപോലെ K2Cr2O7, അതുപോലെ തന്നെ അമോണിയം ഡൈക്രോമേറ്റ് എടുത്തിട്ട് അമോണിയം ഡൈക്രോമേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ നടത്തിയാലും നമുക്ക് N2 ആണ് കിട്ടുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന കെമിക്കൽ റിയാക്ഷൻ മേലത്തെ അതേ കോപ്പി ആയിപ്പോയി, സോറി. ഇനി വെരി പ്യുവർ നൈട്രജൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് സോഡിയം അസൈഡ് ഓർ ബേരിയം അസൈഡ്. സോഡിയം അസൈഡും ബേരിയം അസൈഡും കറക്റ്റാണ്. ഇതാണ് സോഡിയം അസൈഡ്, ബേരിയം അസൈഡ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് പ്യുവർ നൈട്രജൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം അസൈഡിൽ നിന്ന്. ഏതൊക്കെ അസൈഡുകളാണ്? സോഡിയം അസൈഡും അതുപോലെ തന്നെ ബേരിയം അസൈഡും. പ്യുവർ നൈട്രജൻ ഒബ്റ്റൈൻഡ് ഫ്രം സോഡിയം അസൈഡ് ആസ് വെൽ ആസ് ബേരിയം നൈട്രേറ്റ് ബൈ ബേരിയം അസൈഡ് ബൈ തെർമൽ ഡീകമ്പോസിഷൻ. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്ത് നമ്മൾ ഈ അസൈഡിനെ ഡീകമ്പോസ് ചെയ്യുന്നതാണ് ഹീറ്റിൻ്റെ കെമിക്കൽ റെപ്രസെൻറ്റേഷൻ, കേട്ടോ. ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്ത് ഡിക്കമ്പോസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് തെർമൽ ഡിക്കമ്പോസിഷൻ. അപ്പോൾ തെർമൽ ഡിക്കമ്പോസിഷൻ വഴിയാണ് സോഡിയം അസൈഡിൽ നിന്ന് ബേരിയം അസൈഡിൽ നിന്നുമാണ് നമുക്ക് പ്യുവർ നൈട്രജൻ ഒബ്റ്റൈൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ലബോറട്ടറി പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡും അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ.
അടുത്തായിട്ട് നമുക്ക് ഡൈനൈട്രജൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഡൈനൈട്രജൻ ഈസ് കളർലെസ്, ഒഡോർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് നോൺ ടോക്സിക് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ ബിക്കോസ് ഓഫ് ദ ഹൈ ബോണ്ട് എൻതാൽപ്പി ഓഫ് N ബോണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഇത്ര എമൗണ്ട് ഓഫ് എനർജി മതി എന്ന് വിചാരിക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ടാവും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം, രണ്ടാമത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, മൂന്നാമത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അതായത് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബോണ്ട് എൻതാൽപ്പി കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക മീൻസ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹാർഡ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് കെമിക്കലി ഇനേർട്ടാണ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ കെമിക്കലി ഇനേർട്ടാണ്. At a higher temperature it directly combines with some metals to form ionic nitrates. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ they will form ionic nitrates ഫോം ചെയ്യും. ഡൈനൈട്രജൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. നൈട്രജൻ ഫോംസ് കോവാലൻ്റ് നൈട്രേറ്റ്സ്. നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർ കോവാലൻ്റ് നൈട്രേറ്റ്സ് ഫോം ചെയ്യും. നേരത്തെ അയോണിക് നൈട്രേറ്റ്സ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അത് അയോണിക് നൈട്രേറ്റ്സ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? വിത്ത് മെറ്റൽസ് അയോണിക് നൈട്രേറ്റ്സ് ആയിരിക്കും. വിത്ത് നോൺ മെറ്റൽസ് ആണെങ്കിൽ കോവാലൻ്റ് നൈട്രേറ്റ്സ് ആയിരിക്കും. വിത്ത് നോൺ മെറ്റൽസ് കോവാലൻ്റ് നൈട്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ ലിത്തിയം നൈട്രേറ്റ്, ബേരിയം നൈട്രേറ്റ്, ഇതൊക്കെ കോവാലൻ്റ് നൈട്രേറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി it combines with the hydrogen at about 773 Kelvin in presence of catalyst to form ammonia. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന അമോണിയാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 773 കെൽവിനിൽ ഡൈനൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അമോണിയ ഫോം ചെയ്യും. അവിടെ നമുക്കൊരു കാറ്റലിസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ കാറ്റലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റിയാക്ഷന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഈ ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് 773 കെൽവിനിലാണ് ഹേബർ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ. Nitrogen combines with the dioxygen only at a very high temperature to form nitric oxides. Nitric oxides form ചെയ്യുന്നുണ്ട്. One such nitric oxide ആണ് NO എന്ന് പറയുന്നത്. nitric oxides NO പോലുള്ള N2 when combines with the dioxygen to form ഓക്കെ. നമുക്ക് ഡൈനൈട്രജൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. മാനുഫാക്ചർ ഓഫ് അമോണിയ ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് കണ്ടെയ്നിങ് നൈട്രജൻ. അപ്പം നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന കെമിക്കൽസിനെ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈനൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമോണിയയുടെ മാനുഫാക്ചറിലും നമുക്ക് ഡൈനൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഈസ് റിക്വയർഡ്. ഇനേർട്ട് അറ്റ്മോസ്ഫിയർ എവിടെയാണോ ആവശ്യം അവിടെ നമ്മൾ ഡൈനൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ഡൈനൈട്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. to preserve biological materials, food items and in cryosurgery. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൈനൈട്രജൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മുടെ രണ്ടാമത്തെ കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയയിൽ എത്തിയിട്ടുണ്ട്. ഇത് അമോണിയയുടെ സ്ട്രക്ചർ ഇതാണ്. NH3 ആണ് അമോണിയയുടെ സ്ട്രക്ചർ. ഇതിൻ്റെ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ 7 ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുവാണെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും അവസാനത്തെ ഷെല്ലിൽ അതായത് രണ്ടാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോണുമാണ് ഇരിക്കുന്നത്. അതായത് നൈട്രജന് ചുറ്റും മൊത്തം 5 ഇലക്ട്രോൺസ് ആണുള്ളത്. 2 ഇലക്ട്രോണെ ഞാൻ മേളിൽ വെച്ചു, ബാക്കി 3 ഇലക്ട്രോൺസിനെ ഞാൻ ഇങ്ങനെ വെച്ചു. അങ്ങനെ ഈ ഓരോ ഇലക്ട്രോൺസും ഇനി നമുക്ക് എത്ര ഇലക്ട്രോണും കൂടെ വേണം ഒക്ടറ്റ് കോൺഫിഗറേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ? ഇപ്പോൾ ഓൾറെഡി 5 അവസാനത്തിലുണ്ട്, ബാക്കിയുണ്ട്, ലാസ്റ്റത്തെ ഷെല്ലിലുണ്ട്. 5ൻ്റെ കൂട്ടത്തിൽ 3 കൂടി വേണം. അപ്പോൾ ഈ 3 ദേ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ കോവലൻ്റ് ബോണ്ടിങ് വിത്ത് ഹൈഡ്രജൻ ആറ്റം ടു ഫോം ദിസ് NH3. അങ്ങനെയാണ് നമുക്ക് ഈ NH3 മോളിക്യൂൾ കിട്ടുന്നത്. അപ്പോൾ ഈ NH3 മോളിക്യൂളിൽ ഇവിടെ 2 ഇലക്ട്രോൺ പെയർ ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. LONEPAIR ലോൺ പെയർ എന്ന് വിളിക്കും. ഈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കും. അങ്ങനെ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ട് നമ്മുടെ അമോണിയയിൽ. ഓക്കെ. അപ്പോൾ ദാ ഇവിടെ നടുക്കത്തെ നൈട്രജൻ ആറ്റം ഇരിക്കുന്നു, 3 ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നു. ഇതൊരു ഷേപ്പ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ജോമെട്രി പറയുവാണെങ്കിൽ ഓക്കെ ഇതൊരു ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ്. ജോമെട്രി ഈസ് ടെട്രാഹൈഡ്രൽ ബട്ട് ദ ഷേപ്പ് എന്താണ്? പിരമിഡൽ ഷേപ്പാണ്. ഷേപ്പ് എന്താണ്? പിരമിഡൽ ഷേപ്പ്. ജോമെട്രി എന്താണ്? ടെട്രാഹൈഡ്രൽ ജോമെട്രി. അപ്പോൾ ഷേപ്പ് പിരമിഡൽ ആണ്. കണ്ടോ? അതിന് പിരമിഡൽ ഷേപ്പിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107 ഡിഗ്രിയിലേക്ക് പോകും. ഓക്കെ, നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ആദ്യം തന്നെ നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷൻ നോക്കാം. അമോണിയ ഈസ് പ്രസൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ എയർ ആൻഡ് സോയിൽ വെർ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഡീകേ ഓഫ് നൈട്രജൻ ആസ് ഓർഗാനിക് മാറ്റർ ലൈക്ക് യൂറിയ ഡീകമ്പോസ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് അമോണിയ കിട്ടുന്നത്. അപ്പോൾ എവിടെയാണോ യൂറിയ ഉള്ളത്, ഓർഗാനിക് മാറ്റർ, യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് മാറ്റർ അവിടെ എവിടെയാണോ ഉള്ളത് അത് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് അമോണിയ കിട്ടും. ഓൺ എ സ്മോൾ സ്കെയിൽ അമോണിയ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം അമോണിയം salts which decompose when treated with a caustic soda or lime. അപ്പോൾ കോസ്റ്റിക് സോഡയുമായിട്ട് അല്ലെങ്കിൽ ലൈമായിട്ടോ ഏതെങ്കിലും കോസ്റ്റിക് സോഡ വിച്ച് മീൻസ് NaOH
ലൈം എന്ന് പറയുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിൽ ഏതൊരുമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമോണിയം സോൾട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അമോണിയ കിട്ടും. അതുകൊണ്ട് ലാർജ് സ്കെയിലിൽ നമുക്ക് അമോണിയ പ്രൊഡക്ഷൻ ആവശ്യമാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് എസ് ഹേബർ പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു ഡൈനൈട്രജൻ പഠിച്ചപ്പോൾ. ഹേബർ പ്രോസസ്സ് നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഒന്നാമത്തെ 773 കെൽവിൻ വേണം, ഇതൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. അതുപോലെ തന്നെ ഇത് അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ സ്പോഞ്ചി അയൺ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഒരു റിയാക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി അയൺ ആണ്. സ്മോൾ അമൗണ്ട്സ് ഓഫ് K2O and Al2O3 ആർ ആഡഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം K2O അല്ലെങ്കിൽ Al2O3 മറ്റോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്പോഞ്ചി അയൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. അതുപോലെ തന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഉണ്ട്. 773 കെൽവിനും 200 ATM പ്രഷറും ഏകദേശം വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഹേബർ പ്രോസസ്സ് നടന്നിട്ട് നമുക്ക് ലാർജ് സ്കെയിലിൽ അമോണിയ പ്രൊഡക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഡൈനൈട്രജൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അമോണിയ ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചൻ സ്മെൽ. അപ്പോൾ കളർലെസ് ഗ്യാസ് ആണ്, ഒരു പഞ്ചൻ സ്മെല്ലുണ്ട്. അമോണിയയുടെ സ്മെല്ല് നമുക്കറിയാമല്ലോ. യെസ്, ഓക്കെ. അമോണിയയുടെ സ്മെല്ലെന്ന് പറയുന്നത് പഞ്ചൻ സ്മെല്ലാണ്. നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമോണിയം ക്ലോറൈഡിൻ്റെ ഒക്കെ ബോട്ടിൽ തുറന്നിട്ട് നമുക്ക് ഒന്ന് മൂക്കൊന്ന് കൊണ്ട് പിടിപ്പിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റുമോ ഒരു എന്തൊക്കെയോ ഒരു സ്മെല്ലുണ്ട്. ഓക്കെ. ദ അമോണിയ മോളിക്യൂൾ ഈസ് ട്രൈഗണൽ പിരമിഡൽ വിത്ത് നൈട്രജൻ ആറ്റം അറ്റ് ദ അപ്പാക്സ്. അപ്പോൾ പിരമിഡൽ ഷേപ്പാണ്, ഇവിടെ നൈട്രജൻ ആറ്റമാണ് അപ്പാക്സ്. അതായത് നമ്മുടെ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കും പിരമിഡൽ ഷേപ്പ്. ഇവിടെ ഈ അപ്പാക്സിലുള്ളത് നൈട്രജൻ ആറ്റമാണ്. ഇത് 3 ബോണ്ട് പെയർസ് ആൻഡ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺസിനെയാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അതൊരു ലോൺ പെയറും ഇതൊന്ന്, ഇത് 2, ഇത് 3 ബോണ്ട് പെയറും ഉണ്ട്. അമോണിയ ഗ്യാസ് ഇസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഹൈലി സോല്യൂബിൾ ആണ്. 107.8 ഡിഗ്രിയാണ് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ബോണ്ട് ആംഗിൾ ഈസ് 107.8 ഡിഗ്രിയാണ് നമ്മുടെ അമോണിയയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ ഈസ് വീക്ക്ലി ബേസിക് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് OH മൈനസ് അയോൺ. ഇപ്പം നമുക്ക് അമോണിയ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, ഹൈലി സോല്യൂബിൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമോണിയ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് NH4+ അയോണും അതുപോലെ തന്നെ OH മൈനസ് അയോണുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം OH മൈനസ് അയോൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസ്. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് വീക്ക്ലി ബേസിക് ആണ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് OH മൈനസ് അയോൺ. ഇറ്റ് ഫോംസ് അമോണിയം സോൾട്ട്സ് ലൈക്ക് അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ് എക്സെട്ര വിത്ത് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അമോണിയ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം സൾഫേറ്റ് കിട്ടും. അമോണിയ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും, അമോണിയം ക്ലോറൈഡ് കിട്ടും. അങ്ങനെ അമോണിയം സോൾട്ട്സ് ഫോം ചെയ്യും എന്നിട്ട് റിയാക്ട് വിത്ത് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. The nitrogen atom donates the electron pair and forms linkage with the metal ions and form complex compound. ഇനിയുണ്ട് ഇത് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. നമുക്ക് കോർഡിനേഷൻ ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇനോർഗാനിക്കിൽ ഒരു കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മൊഡ്യൂൾ 6 തന്നെയാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് കണ്ടോ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നുണ്ട്. Cu2++ 4NH3 gives CuNH3 4 2+ എന്ന് പറയുന്ന കോംപ്ലക്സസ് ഫോം ചെയ്യും. ഇതിൻ്റെ പേരെന്നാ പറയാമോ? ഇവിടെ നോക്കിക്കേ, എത്ര അമോണിയ ഗ്രൂപ്പാണ് ഉള്ളത്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 എന്നുള്ളതിന് നമുക്ക് ടെട്ര എന്ന് പറയാം. ഇനി ഈ അമോണിയനെ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ അമോണിയ എന്ന് പറയുന്നത് ലിഗാൻഡ് ആണ്. അപ്പോൾ ലിഗാൻഡ് ആണെങ്കിൽ ഇതിനെ നമ്മൾ അമ്മീൻ എന്നാണ് പറയുന്നത്. സോ AMMINE ടെട്ര അമ്മീൻ. ഇവിടെ ആരാളുള്ളത്? കോപ്പറാണുള്ളത്. സോ കോപ്പർ, ടെട്ര അമ്മീൻ കോപ്പർ. ഇനി കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ഇവിടെ കിടക്കുന്നത്? 2. അപ്പോൾ കോപ്പർ 2. ഇനി ഇതൊരു അയോൺ ആണല്ലേ. 2 എന്നുള്ളത് നമ്മൾ പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റിലിടണം. ടെട്ര അമ്മീൻ കോപ്പർ 2 അയോൺ ആണ്. ഇത് അയോൺ ആണ്, കണ്ടോ പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ കോപ്പർ 2 അയോൺ ആണ്. അങ്ങനെ നമുക്ക് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. നൈട്രജൻ ആറ്റം എന്ത് ചെയ്യും? നൈട്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലേ, ആ ലോൺ പെയർ ഇല്ലേ, ആ ലോൺ പെയർ എന്ത് ചെയ്യും? നമ്മുടെ മെറ്റൽസിലേക്ക് കൊടുക്കും. മെറ്റൽസിലേക്ക് കൊടുത്തിട്ട് അവരൊരു ലിങ്കേജ് ഫോം ചെയ്യും. അങ്ങനെ ലിങ്കേജ് ഫോം ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സ് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് അമോണിയയുടെ യൂസസും കൂടെ നോക്കിയിട്ട് നമുക്ക് അമോണിയ ചുരുക്കാം. Ammonia is used to produce various nitrogenous fertilizers. Nitrogenous fertilizers ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. It is manufactured for some inorganic nitrogen compounds. Inorganic nitrogen compounds മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഫ്രിജറൻ്റ് ആയിട്ട് ലിക്വിഡ് അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇമ്പോർട്ടൻസ് യൂസസ് ഇതൊക്കെയാണ്.
അങ്ങനെ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നൈട്രിക് ആസിഡ് HNO3 ആണ് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ലാബിൽ എങ്ങനെയാണ് നമ്മുടെ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. In the laboratory, nitric acid is prepared by heating KNO3 or NaNO3. ഇപ്പോൾ സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് ആണ് കേട്ടോ. നൈട്രേറ്റ് NO3 എന്ന് പറയുമ്പോൾ NiTrate ആണ് വരുന്നത്. NO2 എന്ന് പറയുമ്പം NO3 മൈനസ് ആണ് നൈട്രേറ്റ്. NO2 മൈനസ് എന്ന് പറയുമ്പോൾ അത് നൈട്രൈറ്റ് ആണ് കേട്ടോ. NiTrite. ഇതുവരെ നമ്മൾ പറഞ്ഞത് NiTrite ആയിരുന്നു. ഇത് നൈട്രേറ്റ് ആണ്. അപ്പോൾ either KNO3 അല്ലെങ്കിൽ NaNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഇൻ എ ഗ്ലാസ് ട്രീറ്റോട്ടിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ നൈട്രിക് ആസിഡിനെ കിട്ടുന്നത്. 10 moles of HNO3 ഇവിടെ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നൈട്രിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് KNO3 or NaNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഇൻ എ ഗ്ലാസ് ട്രീറ്റോട്ട്. ഇനി അടുത്തത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ചോദ്യമാണിത്. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഹേബർ പ്രോസസ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേഗം പറഞ്ഞേ. അത് തന്നെ, ഏതിനാ? അമോണിയയുടെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ലാർജ് സ്കെയിലിൽ നമുക്ക് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ് നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി കറ്റാലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ ചെയ്യുന്നത്? കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ആണ് നടത്തുന്നത്. ആരുടെ? അമോണിയയുടെ. അപ്പോൾ അമോണിയയിൽ നിന്നാണ് നമ്മൾ ശരിക്കും നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അമോണിയയെ നമ്മൾ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തി ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. നമുക്ക് എന്ത് കിട്ടി? ഒരു നൈട്രിക് ഓക്സൈഡ് കിട്ടി. ഈ നൈട്രിക് ഓക്സൈഡിനെ നമ്മൾ വീണ്ടും ഓക്സിഡേഷൻ നടത്തി നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്തു. ഈ നൈട്രജൻ ഡയോക്സൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HNO3 കിട്ടി. 3 സ്റ്റെപ്പാണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ആവശ്യം എന്താണ്? ഓസ്വാൾഡ് പ്രോസസ്സാണ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നതിൻ്റെ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് അറിയപ്പെടുന്ന പേരാണ് ഓസ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ബാർ റോഡിയം, RH എന്ന് പറയുമ്പോൾ റോഡിയം ഗോജ് കാറ്റലിസ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ഫോം ചെയ്യുന്ന നൈട്രജൻ ഓക്സൈഡ് അവർ വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ HNO3 ഫോം ചെയ്തില്ലേ, ഈ അക്വസ് HNO3 ക്യാൻ ബി കോൺസെൻട്രേറ്റ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു അക്വസ് NH3. നമ്മൾ കിട്ടിയേക്കുന്ന നൈട്രജൻ ഡയോക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് HNO3 കിട്ടിയത്. ഈ HNO3 എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് 68% ആക്കി മാറ്റും. 98% concentration is obtained by dehydration with the concentrated H2SO4. അപ്പോൾ നമ്മൾ വീണ്ടും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് വെള്ളത്തിനെ വീണ്ടും കളഞ്ഞ് നമ്മൾ 98% വരെ നമ്മൾ അമോണിയനെ നൈട്രിക് ആസിഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചെടുക്കും. നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് HNO3 എന്നാണ് നമ്മുടെ ഇതിൻ്റെ ഫോമുല അല്ലേ. HNO3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു OH ഇങ്ങനെയാണ് വരുന്നത്, NO3 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. ആ ഒരു ഓക്സിജൻ ആറ്റത്തിലേക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം പിടിച്ചിരിക്കുന്നു. HNO3 is a colorless liquid. In the gaseous state, HNO3 exists as a planar molecule. അപ്പോൾ gaseous സ്റ്റേറ്റിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. gaseous സ്റ്റേറ്റിൽ HNO3 planar molecule ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. gaseous സ്റ്റേറ്റിൽ HNO3 exists as planar molecule. Concentrated nitric acid is a strong oxidizing agent. Concentrated nitric acid എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് മീൻസ് നമുക്ക് ഓക്സിജനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഓക്സിജനെ കൊടുക്കുന്ന ആൾ. ഇറ്റ് അറ്റാക്സ് മോസ്റ്റ് മെറ്റൽസ് എക്സെപ്റ്റ് നോബിൾ മെറ്റൽസ് സച്ച് ആസ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഗോൾഡും പ്ലാറ്റിനം ഒഴികെ ബാക്കി എല്ലാ മെറ്റൽസുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യും. അടുത്തായിട്ട് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ ഇപ്പോൾ നമുക്ക് നൈട്രജൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെ നമ്മുടെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൈട്രേറ്റ് അയോൺ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ടു ആൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് നൈട്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നൈട്രേറ്റ് HNO3 NO3 മൈനസ് അയോണിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നൈട്രജൻ അല്ല കേട്ടോ, NO3 മൈനസ് അയോണിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നൈട്രേറ്റ് അയോണിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സോൾട്ട്, അതായത് നമ്മുടെ നൈട്രേറ്റ് അയോണിൻ്റെ പ്രസൻസ് ഉള്ള സോൾട്ട് എടുത്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഡൈല്യൂട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് പിന്നെ നമ്മൾ ഒഴിക്കുന്നത്. ആ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ചരിച്ച് പിടിച്ചേക്കുവാണ്. ഇതിനകത്ത് ആരൊക്കെയുള്ളത്? ഫെറസൾഫേറ്റ്, അക്വസ് ഫെറസൾഫേറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈട്രേറ്റ് അയോൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടും ഉണ്ട്. കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രേറ്റ് അയോൺ കൊണ്ടുള്ള ഒരു ഇതാണ്, ഒരു മിക്സറാണ് ഇവിടെ. ഇനി ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ ഞാൻ എന്ത് ഒഴിക്കാൻ പോവാണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് വന്ന് മീറ്റ് ചെയ്യുന്ന ഈ ജംഗ്ഷനല്ലോ, ഈ ജംഗ്ഷനിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു ബ്രൗൺ കളറിലെ റിങ് ഫോം ചെയ്യും. ഈ ഒരു ജംഗ്ഷനിൽ, അതായത് ബ്രൗൺ റിങ് അറ്റ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ദി സൊല്യൂഷൻ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ലെയേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ് അയൺ ഇൻ ദ സൊല്യൂഷൻ. അങ്ങനെ നമുക്കവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ നൈട്രേറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? Fe2+ റെഡ്യൂസസ് നൈട്രേറ്റ്സ് ടു നൈട്രിക് ഓക്സൈഡ്. അപ്പോൾ ഇതിനകത്തുള്ള NO3- എന്തായിട്ട് മാറ്റുവാണ്? NO ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. Fe2+, അതായത് നമുക്ക് ഈ FeSO4-നകത്തെ Fe2+ഉം SO4 2- ആണുള്ളത്. അപ്പോൾ ഈ Fe2+ എന്ത് ചെയ്യുവാണ്? ഈ Fe2+ ഈ NO3- NO ആക്കി മാറ്റുവാണ് ഇവിടെ ചെയ്യുന്നത്. നൈട്രിക് ഓക്സൈഡ് റിയാക്ട് വിത്ത് Fe2+ ടു ഫോം എ ബ്രൗൺ കളേർഡ് കോംപ്ലക്സ്. ഇവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. FeH2O5 ടൈംസ് NO ഇനി 2+. അതായത് ഇവിടെ 5 വാട്ടർ മോളിക്യൂളുണ്ട്, 5 വാട്ടർ ലിഗാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു NO ലിഗാൻഡും ഉണ്ട്. 5 വാട്ടർ ലിഗാൻഡും ഉണ്ട്, ഒരു NO ലിഗാൻഡും ഉണ്ട്. അപ്പോൾ നമുക്ക് FeH2O5 NO 2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കാറ്റയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് യൂസസ് ഓഫ് നൈട്രിക് ആസിഡ് നോക്കാം. യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയം നൈട്രേറ്റിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമുക്ക് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി, ട്രൈ നൈട്രോടോലുമീൻ ഉണ്ടാക്കാൻ വേണ്ടി, ഓർഗാനിക് നൈട്രോ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് ഫ്യൂവൽസിൽ ഓക്സിഡൈസറായിട്ട് നമ്മുടെ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നൈട്രജൻ്റെ ഡിഫറെൻറ്റ് ഓക്സൈഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് മൊത്തം 6 തരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ട്. N2O, NO, N2O3, NO2, N2O4, N2O5. ഇവിടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ നോക്കിക്കേ, നമുക്കറിയാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ N2O ആണെങ്കിൽ നമുക്ക് 2 നൈട്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് +1 ആയിരിക്കും ഒരു നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ +1, +2, +3, +4, +5, +4, +5. ഇപ്പോൾ ഇതിന് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇതിൻ്റെ പേരുകൾ നോക്കാം. ആദ്യത്തേത് ഡൈനൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ 1 ഓക്സൈഡ്. അവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്, നൈട്രജൻ 1 ഓക്സൈഡ്. രണ്ടാമത്തെ നൈട്രജൻ 2 ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ മോണോക്സൈഡ്. മൂന്നാമത്തെ നൈട്രജൻ ട്രയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ 3 ഓക്സൈഡ് എന്ന് എഴുതിയാൽ മതി. നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, NO2. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്, ഇതുണ്ട് 2 നൈട്രജനും 4 ഓക്സിജനും, ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. നൈട്രജൻ ട്രയോക്സൈഡ് N2O3 ആണ്. അവിടെ ഡൈനൈട്രജൻ ട്രയോക്സൈഡ് എന്ന് ഇല്ലാട്ടോന്നു, നൈട്രജൻ ട്രയോക്സൈഡ് എന്നാണ് അതിനെ പൊതുവെ പറയാറ്. ഇനി അടുത്തത് ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് ആണ്, N2O5 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് തരുവാണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡ് ഏതാണ്? അങ്ങനെ നമ്മൾ ഇന്നത്തെ 5ാമത്തെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോസ്ഫറസ് ആണ്, കോമ്പൗണ്ട് അല്ല, മെറ്റലാണ്. ഇത് ഫോസ്ഫറസ് ഡസ് നോട്ട് ഒക്കർ ഇൻ ഫ്രീ സ്റ്റേറ്റ്. അത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ഫോസ്ഫറസ് ഫ്രീ സ്റ്റേറ്റിലില്ല, അതൊരു റിയാക്റ്റീവ് എലമെൻ്റ് ആണ്. എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് മാറ്റർ. ഫോസ്ഫറസ് പ്രസൻറ്റ് ഇൻ ബോൺസ്, ഇൻ ദ DNA ആൻഡ് RNA ഓഫ് ദ ലിവിങ് സെൽ. അപ്പോൾ ഫോസ്ഫറസ് എന്ന് വെച്ചാൽ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഫോസ്ഫറസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫോസ്ഫറസിന് 3 അല്ലോട്രോപ്പിക് ഫോംസ് ഉണ്ട്. ഒന്നാമത്തേത് വൈറ്റ് ഫോസ്ഫറസ്. കണ്ടോ, ഇതാണ് വൈറ്റ്
വൈറ്റ് ഫോസ്ഫറസ്. രണ്ടാമത്തെ റെഡ് ഫോസ്ഫറസ്. ഇതാണ് റെഡ് ഫോസ്ഫറസ്, ഇതാണ് ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ 3 തരത്തിലുള്ള അലോട്രോപ്സ് ആണ് നമുക്ക് ഫോസ്ഫറസിനുള്ളത്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് എന്താണെന്ന് നോക്കാം. അതൊരു ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡാണ്. ഒരു വാക്സി സോളിഡാണ് നമ്മുടെ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. സംഗതി പോയിസണസ് ആണ്. ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സോല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ ഡൈസൾഫൈഡിൽ സോല്യൂബിൾ ആവുന്ന ഒരാളാണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ടോക്സിക് ആണ് കേട്ടോ, പോയിസണസ് ആണ്. ഇത് ഡാർക്കിൽ ഗ്ലോ ചെയ്യും. ഗ്ലോസ് ഇൻ ഡാർക്ക്, അതായത് നമുക്ക് ശരിക്കും ലൂമിനസ് അല്ലെങ്കിൽ ഫോട്ടോ ലൂമിനസ് അല്ലെങ്കിൽ കെമി ലൂമിനസൻസ് എന്നൊക്കെ പറയാം അല്ലേ. ഇറ്റ് ഡിസോൾവ്സ് ഇൻ ബോയിലിംഗ് NaOH സൊല്യൂഷൻ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഗിവിംഗ് ഫോസ്ഫീൻ. അതായത് നമുക്ക് അടുത്ത പഠിക്കാനുള്ള കോമ്പൗണ്ടാണ് ഫോസ്ഫീൻ. ഫോസ്ഫീൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ വൈറ്റ് ഫോസ്ഫറസ് എടുത്തിട്ട് അത് NaOH അല്ലെങ്കിൽ നമ്മുടെ ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്തു, NaOH ബോയിൽ ചെയ്ത് ഡിസോൾവ് ചെയ്യിപ്പിച്ചു ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ വെച്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോസ്ഫീൻ കിട്ടി. വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ ആൻഡ് ദെയർഫോർ മോർ റിയാക്റ്റീവ്. ഹൈലി റിയാക്റ്റീവ് ആണ് ഇയാൾ. ഇറ്റ് റെഡിലി ക്യാച്ചസ് ഫയർ ഇൻ എയർ ടു ഗിവ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഓഫ് P4O10. അപ്പോൾ P4O10 എന്ന് പറയുന്നത് ഒരു ഫോസ്ഫറസ് ഓക്സൈഡാണ്. അപ്പോൾ ഫോസ്ഫറസ് ഓക്സൈഡ് ഫോം ചെയ്യും. വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ഇറ്റ് റെഡിലി ക്യാച്ചസ് ഫയർ ഇൻ എയർ. എയറിലേക്ക് കാണിക്കുമ്പോൾ തന്നെ ഇതെന്ത് ചെയ്യും? 5 വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ ആൻഡ് ദെയർഫോർ മോർ റിയാക്റ്റീവ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഫോസ്ഫറസ് എയറിലേക്ക് കാണിക്കുമ്പോൾ തന്നെ 5 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് P4O10 എന്ന് പറയുന്ന ഒരു ഫോസ്ഫറസ് ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ ഇതാണ് വൈറ്റ് ഫോസ്ഫറസ്. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യത്തില്ല, പോയിസണസ് ആണ്, ട്രാൻസ്ലൂസൻറ്റ് വാക്സി സോളിഡ് ആണ്. അപ്പോൾ നമുക്ക് ഫോസ്ഫറസിൻ്റെ രണ്ടാമത്തെ അലോട്രോപ്പിലേക്ക് പോകാം. ഇതാണ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വൈറ്റ് ഫോസ്ഫറസിനെ ഹീറ്റ് ചെയ്യുകയാണ് at 573 Kelvin in an inert atmosphere for several days. അപ്പോൾ റെഡ് ഫോസ്ഫറസ് പോസസ് അയൺ ഗ്രേ ലസ്റ്റർ ഉള്ള ഒരു റെഡ് ഫോസ്ഫറസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. അത് ഒഡർലെസ് ആണ്, നോൺ പോയിസണസ് ആണ്, അതുപോലെ തന്നെ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ്, ആസ് വെൽ ആസ് ഇൻ കാർബൺ ഡയോസൾഫൈഡ്. ഇത് കാർബൺ ഡയോസൾഫൈഡിലും സോല്യൂബിൾ അല്ല. Chemically, red phosphorus is much less reactive than white phosphorus. White phosphorus ആണ് more reactive red phosphorus നെക്കാട്ടിലും. It does not glow in dark. ഡാർക്കിൽ ഗ്ലോ ചെയ്യുന്ന ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ് ആണ്. ഇറ്റ് ഇസ് എ പോളിമർ കൺസിസ്റ്റിംഗ് ഓഫ് ചെയിൻസ് ഓഫ് P4 tetrahedra linked together. അപ്പോൾ ഇവിടെ P4 tetrahedron ആയിട്ടായിരിക്കും ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പോളിമറിക് ചെയിൻ ആയിട്ടാണ് നമ്മുടെ റെഡ് ഫോസ്ഫറസ് കാണുന്നത്. റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസിൻ്റെ അത്ര അപകടകാരി അല്ല കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ആളാണ് ബ്ലാക്ക് ഫോസ്ഫറസ്. തന്നെ 2 ഫോം ഉണ്ട്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ഉണ്ട്, ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും ഉണ്ട്. ഈ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ബീറ്റ ബ്ലാക്ക്. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ ബീറ്റ, റെഡ് ആണെങ്കിൽ ആൽഫ. ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 Kelvin. ബ്ലാക്ക് ഫോസ്ഫറസ് എയറിൽ ബേൺ ചെയ്യത്തില്ല. അപ്പം നമുക്കറിയാം ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ട്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ഉണ്ട്, ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും ഉണ്ട്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റെഡ് ഫോസ്ഫറസിൽ നിന്നാണ്. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ്. കിട്ടിയോ? വൈറ്റ് ഫോസ്ഫറസ്. ഇനി റെഡ് ഫോസ്ഫറസിൽ നമ്മൾ ഹീറ്റഡ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 Kelvin 803 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെഡ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബ്ലാക്ക് ഫോസ്ഫറസ് ആണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇനി ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് 473 Kelvin 473 കെൽവിനിൽ വൈറ്റ് ഫോസ്ഫറസിനെ ഹീറ്റ് ചെയ്ത് കിട്ടുന്ന ബ്ലാക്ക് ഫോസ്ഫറസ് ആണ് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റ് ഫോസ്ഫറസ് ഈസ് സ്റ്റോർഡ് അണ്ടർ വാട്ടർ. എന്തുകൊണ്ടാണ് വൈറ്റ് ഫോസ്ഫറസ് വാട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് പറയാമല്ലോ, ആരാണ്? ഹൈലി റിയാക്റ്റീവ് ആണ് എന്നുള്ളതായിരിക്കും പറയുന്നത് അല്ലേ? അത് തന്നെ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് സ്പോണ്ടേനിയസ്ലി ഇഗ്നൈറ്റ്സ് അറ്റ് അബൌട്ട് 30 degrees Celsius in moist air. Therefore it is usually stored under water to prevent exposure to the air. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. in order to prevent the reaction to form P4O10. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് ഫോസ്ഫറസ് എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഫോസ്ഫറസിൻ്റെ പെൻഡോക്സൈഡായിട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു പ്രിവെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു എക്സ്പോഷർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് വെള്ളത്തിലാണ് സോൾവ് ചെയ്ത് വെക്കുന്നത്, വെള്ളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അലോട്രോപ്സിനെ ഒരു കോമ്പൗണ്ടായിട്ട് കൂട്ടാൻ പറ്റുവാണെങ്കിൽ, കോമ്പൗണ്ട് അല്ല അലോട്രോപ്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് അവിടെ 5 പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ 5ാമത്തെ കോമ്പൗണ്ടാണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത്. ഫോസ്ഫീൻ നമ്മൾ NH3 പറഞ്ഞതുപോലെ തന്നെ PH3 ആണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത്. PH3ൻ്റെ സ്ട്രക്ചറൊക്കെ ഇതൊക്കെയാണ് കണ്ടോ.
ഫോസ്ഫീൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു കളർലെസ് ഗ്യാസ് ആണ് വിത്ത് സ്മെൽ ഓഫ് റോട്ടൻ എഗ്ഗ്. നമ്മുടെ ചീമൊട്ടയുടെ മണമുള്ള ഒരു ഗ്യാസ് ആണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഹൈലി പോയിസണസ് ആണ്. ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ കോൺടാക്ട് വിത്ത് ട്രേസസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ലൈക്ക് HNO3, Cl2 ആൻഡ് Br2 അപ്പം നമ്മൾക്ക് ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഫോസ്ഫീൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇത് സ്ലൈറ്റ്ലി സോല്യൂബിൾ ആണ്. സൊല്യൂഷൻ ഓഫ് PH3 ഇൻ വാട്ടർ decomposes in presence of light giving red phosphorus and hydrogen. അപ്പോൾ നമുക്കിവിടെ ഫോസ്ഫീനിൽ നിന്ന് റെഡ് ഫോസ്ഫറസ് ഫോം ചെയ്യാൻ പറ്റും. When absorbed in CuSO4 or mercury chloride solution, corresponding phosphides are formed. അപ്പോൾ ഫോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ കോപ്പർ ഫോസ്ഫൈഡ് അല്ലെങ്കിൽ മെർക്കുറി ഫോസ്ഫൈഡ് ഫോം ചെയ്യും. ഇത് CuSO4 അല്ലെങ്കിൽ മെർക്കുറി ക്ലോറൈഡ് സൊല്യൂഷനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോസ്ഫീൻ എന്ന് പറയുന്നത് നമ്മുടെ അമോണിയയുടെ പറഞ്ഞ പോലെ തന്നെ ഒരു വീക്ക്ലി ബേസിക് ആണ്. ഗീവ്സ് ഫോസ്ഫോണിയം അയോൺ കോമ്പൗണ്ട്സ് വിത്ത് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫോണിയം അയോൺ PH4+ ആയിട്ട്, അല്ലെങ്കിൽ അമോണിയം അയോൺ എന്ന് പറയുമ്പോൾ NH4+, അതുപോലെ തന്നെ ഫോസ്ഫോണിയം അയോൺ ഉണ്ട് PH4+ ആയിട്ട് മാറും. ഫോസ്ഫീൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് ഫോസ്ഫീൻ ഈസ് ടെക്നിക്കലി യൂസ്ഡ് ഇൻ ഹോം സിഗ്നൽ. എന്താണ് ഹോം സിഗ്നൽ എന്ന് പറയാവേ. ഹോം സിഗ്നലിന് ടെക്നിക്കലി യൂസ്ഡ് ഇൻ ഹോം സിഗ്നൽസിൽ നമ്മൾ ഈ ഫോസ്ഫീൻ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടെയ്നേഴ്സ് കണ്ടെയ്നിങ് കാൽസ്യം കാർബൈഡ് ആൻഡ് കാൽസ്യം ഫോസ്ഫൈഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കാർബൈഡിൻ്റെ ഒരു ടാങ്കർ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നിങ് കാൽസ്യം കാർബൈഡ് ആൻഡ് കാൽസ്യം ഫോസ്ഫൈഡ് ആർ പിയേഴ്സ്ഡ് ആൻഡ് ത്രോൺ ഇൻ ദ സീ. അപ്പോൾ അതൊക്കെ നമുക്ക് സീയിൽ കളയും. ഇറ്റ് റിയാക്ട്സ് വിത്ത്, എന്നിട്ട് ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് PH3 ആൻഡ് C2H2 വിച്ച് ബേൺ ആൻഡ് സെർവ് ആസ് എ സിഗ്നലായിട്ട് ബേൺ ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്മോക്ക് സ്ക്രീൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അന്നും ആ കണ്ടെയ്നർ എക്സ്പ്ലോഡ് ചെയ്തു എന്നാണ് തോന്നുന്നത്, അല്ലെ? എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കണ്ടെയ്നർ. അപ്പോൾ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് വാട്ടർ ഇറ്റ് പ്രൊഡ്യൂസസ് PH3. കാൽസ്യം ഫോസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് വെൻ റിയാക്ട് വിത്ത് വാട്ടർ ഇറ്റ് വിൽ ഫോം ഫോസ്ഫീൻ ഉണ്ടാവും. കാൽസ്യം കാർബൈഡ് ആണെങ്കിൽ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് വാട്ടർ ഇറ്റ് വിൽ ഫോം C2H2 എന്ന് പറഞ്ഞാൽ എന്താ? ഇഥൈൻ ആണ്. ഇഥൈൻ വിച്ച് ബേൺ ആൻഡ് സെർവ് ആസ് എ സിഗ്നൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവം ഒരു സിഗ്നലായിട്ട് അത് ബേൺ ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്മോക്ക് സ്ക്രീൻസിലൊക്കെ ഉപയോഗിക്കും. ഇനി ഹോം സിഗ്നൽ എന്താണെന്ന് നോക്കാം. ഹോം സിഗ്നൽ എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. വൈ ഫോസ്ഫീൻ ഈസ് യൂസ്ഡ് ഇൻ ഹോം സിഗ്നൽ. അപ്പോൾ ഇവിടെ മിക്സ്ചർ ഓഫ് കാൽസ്യം കാർബൈഡ് ആൻഡ് കാൽസ്യം ഫോസ്ഫൈഡ് പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ റിയാക്ട് വിത്ത് വാട്ടർ പ്രൊഡ്യൂസസ് PH3 ആൻഡ് C2H2 വിച്ച് ബേൺ ആൻഡ് ദസ് ഗൈഡ് ദ ഷിപ്സ് ഇൻ സീ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾക്ക് ഹോം സിഗ്നൽ, അതായത് സീയിൽ ഈ ഒരു ഷിപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു ഇൻഡിക്കേഷനായിട്ട്, അല്ലെങ്കിൽ അതൊരു എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഒരു പോയിൻ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നലായിരുന്നു ഈ ഹോം സിഗ്നൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? കാൽസ്യം കാർബൈഡും കാൽസ്യം ഫോസ്ഫൈഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ ഉണ്ട്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഫോസ്ഫീൻ ഗ്യാസ് അല്ലെങ്കിൽ ഈഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ബേൺ ചെയ്തിട്ട് നമുക്ക് ഷിപ്സിനെ സീയിൽ ഗൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ഹോം സിഗ്നലിൽ ഫോസ്ഫീൻ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോസ്ഫീൻ ഈസ് റിലേറ്റഡ് ടു ഹോം സിഗ്നൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോസ്ഫറസ് ഹാലൈറ്റ്സ് ആണ്. നമ്പർ പറയുമ്പോൾ 6 അല്ലെങ്കിൽ 7 ഏത് വേണേലും നമുക്ക് കൊടുക്കാം. ഫോസ്ഫറസ് ഹാലൈറ്റ്സ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് ഹാലൈറ്റ്സിൽ നമുക്ക് PCl3 ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസ് X5, അതായത് ഫോസ്ഫറസ് പെൻറ്റാ ഹാലൈഡ്സ് ഉണ്ട്, PX3 PX5. ഇത് നമുക്കത് PCl3യുടെ ഫോമിലാണെങ്കിൽ ഇങ്ങനെ വരും. നമുക്കറിയാം ഫോസ്ഫറസിൻ്റെ കേസിൽ ഒരു ലോൺ പെയർ ഉള്ള കേസാണ് PCl3 എന്ന് പറയുന്നത്. ഇനി PCl5 ആണെങ്കിൽ ആ ലോൺ പെയറും യൂട്ടിലൈസ് ചെയ്ത് ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പിലേക്ക് മാറി നിൽക്കുന്ന ഒരാളാണ് PCl5 എന്ന് പറയുന്നത്. ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ് നമ്മുടെ PCl5ക്കുള്ളത്. ഇതാണ് നമ്മുടെ ട്രൈഗണൽ ഷേപ്പ്. ഇനി മേളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പിരമിഡ് പോലത്തെ ഷേപ്പ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇവിടെ താഴത്തേക്ക് ഒരു പിരമിഡ് പോലത്തെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഡൈ പിരമിഡൽ ഷേപ്പ്, ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിരമിഡൽ ഷേപ്പാണ് PCl3ക്കുള്ളത്. അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. നോക്കാം ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. ആദ്യം ഇറ്റ് ഈസ് എ കളർലെസ് ഓയിലി ലിക്വിഡ് ആൻഡ് ഹൈഡ്രോലൈസസ് ഇൻ പ്രസൻസ് ഓഫ് മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോലൈസ് ചെയ്യുന്ന ഒരു കളർലെസ് ഓയിലി ലിക്വിഡാണ് ഈ PCl3 എന്ന് പറയുന്നത്. ഇത് റിയാക്ട് ചെയ്ത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് H3PO3 അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് കിട്ടും. ഇറ്റ് റിയാക്ട് ടു ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് OH ഗ്രൂപ്പ്സ് സച്ച് ആസ് CH3COOH or C2H5OH etc. അപ്പോൾ ഇത് നമ്മുടെ ഈ PCl3 എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റിക് ആസിഡ് ആയിട്ടോ
അല്ലെങ്കിൽ എത്തനോളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഓർഗാനിക് കോമ്പൗണ്ട്സ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ ആസിഡ് ക്ലോറൈഡ് കിട്ടും, സെക്കൻഡ് കേസിലാണെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. ഇനി ഇതൊരു പിരമിഡൽ ഷേപ്പാണ് ഫോസ്ഫറസ്, ഇൻ വിച്ച് ഫോസ്ഫറസ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുവാണെങ്കിൽ ഫോസ്ഫറസ് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. നേരത്തെ NH3യുടെ കേസ് പറഞ്ഞില്ലേ, അതും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. PH3 പറഞ്ഞില്ലേ, അതും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ടെട്രാഹെഡ്രൽ ഷേപ്പുള്ള ജോമെട്രിയുള്ള ഏതൊരു കോമ്പൗണ്ടിനാണെങ്കിലും അവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് P4 നമ്മുടെ ഫോസ്ഫറസ് എടുത്തു. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ടെട്രാറ്റമിക് മോളിക്യൂളാണ് കേട്ടോ. ഫോസ്ഫറസ് എടുത്തിട്ട് ക്ലോറിൻ, ഡ്രൈ ക്ലോറിൻ, പാസിങ് ഡ്രൈ ക്ലോറിൻ ഓവർ ഹീറ്റഡ് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ മേലെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് കിട്ടും. വൈറ്റ് ഫോസ്ഫറസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് എങ്ങനെയാണ് കിട്ടുന്നതും കൂടി നോക്കാം. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണെങ്കിൽ phosphorus pentachloride is prepared by the reaction of white phosphorus with the excess of trichlorine. നമ്മൾ കുറച്ചും കൂടി excess of chlorine എടുത്തു കഴിഞ്ഞാൽ നമുക്ക് PCl5 phosphorus pentachloride കിട്ടും. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. വൈറ്റ് ഫോസ്ഫറസ് when react with chlorine. നമുക്ക് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ യെല്ലോയിഷ് വൈറ്റ് പൗഡർ ആൻഡ് ഇൻ മോയ്സ്ചർ. ഇത് യെല്ലോയിഷ് വൈറ്റ് പൗഡർ ആണ് മോയ്സ്ചറിൽ. PCl5 hydrolyzes to POCl3 and finally gets converted to phosphoric acid. ആദ്യം PCl5നെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ POCl3 ആയിട്ട് മാറും. POCl3 വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ H3PO4, അതായത് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. വെൻ ഹീറ്റഡ് ഇറ്റ് സബ്ലൈംസ് ബട്ട് ഡികമ്പോസസ് ഓൺ സ്ട്രോങ്ങർ ഹീറ്റിംഗ്. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സബ്ലൈം ചെയ്യും. അതായത് PCl5 സോളിഡ് എന്നുള്ളത് PCl3 ഗ്യാസ് ആയിട്ട് മാറും. PCl5 സോളിഡ് എന്ന് പറയുന്നത് PCl3 ഗ്യാസ് ആയിട്ട് മാറും. അഗെയിൻ ഡികമ്പോസ് ചെയ്യും ഓൺ സ്ട്രോങ്ങർ ഹീറ്റിംഗിൽ വീണ്ടും അത് ഡികമ്പോസ് ചെയ്യും. നമ്മുടെ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പോലെ തന്നെ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡും റിയാക്ട് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് OH ഗ്രൂപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ക്ലോറോ ഡെറിവേറ്റീവ്സ് ആയിട്ട് റിയാക്ട് കിട്ടും. ഇവിടെ നോക്കി ഈ C2H5 എത്തനോൾ വെൻ റിയാക്ട് വിത്ത് PCl5 നമുക്ക് എന്ത് കിട്ടും? ഈഥൈൽ ക്ലോറൈഡ് കിട്ടും. അതുപോലെ തന്നെ എത്തനോയിക് ആസിഡ് വെൻ റിയാക്ട് വിത്ത് PCl3 നമുക്ക് എന്ത് കിട്ടും? അസറ്റൈൽ ക്ലോറൈഡ് കിട്ടും അല്ലേ. Finely divided metals on heating with the PCl5 gives corresponding chlorides. ഇനി metals when react with the PCl5 ആണല്ലോ, അതിന് corresponding chlorides കിട്ടും. In gaseous and liquid phase it has a trigonal bipyramidal shape. ഇനി ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഷേപ്പ് തന്നെയാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഇതിന് 3 ഇക്വറ്റോറിയൽ ബോൺസ് ഉണ്ട്. ഇതാണ് ഇക്വറ്റോറിയൽ ബോൺസ്. ഇക്വറ്റോറിയൽ ബോൺസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പേപ്പർ എടുത്താൽ ആ പേപ്പറിൻ്റെ പ്ലെയിനിലായിരിക്കും ഈ 3 എണ്ണം നിൽക്കുന്നത്. ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴത്തേക്കും ആയിരിക്കും. ഇതാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് H3PO4, പൈറോ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് H4P2O7, ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് ഉണ്ട് H3PO3, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ഉണ്ട് H3PO2. ഇനി in oxo acids, phosphorus is tetrahedrally surrounded by other atoms. All these acids contain at least one P double bond O and POH bond. The structure of some important oxo acids are given below. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവിടെ മോണോബേസിക് ആണോ ഡൈബേസിക് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. എനിവേ ഇതിൻ്റെ മോളിക്കുലർ ഫോമുല, അതായത് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് H3PO4 ആണ്. H3PO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിലോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് H3PO4. കണ്ടോ? അങ്ങനെയാണ് H3PO3 എന്താ? അത് ഫോസ്ഫോറിക് ആസിഡ് അല്ല, ഫോസ്ഫറസ് ആസിഡാണ്. കണ്ടോ? ഫോസ്ഫറസ് ആസിഡാണ് H3PO3. ഇനി ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് എന്ന് പറഞ്ഞാലോ H3PO2. കണ്ടോ? 3 എണ്ണം കിട്ടിയോ? H3PO4 ഫോസ്ഫോറിക് ആസിഡ്, H3PO3 ഫോസ്ഫറസ് ആസിഡ്, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ആണെങ്കിൽ H3PO2. ഇനി നമുക്ക് ആകെ ഇതിനകത്ത് ഇതല്ലേ പഠിക്കാനുള്ളൂ. പൈറോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H4P2O7, അതായത് H4P2O7 ആണ് ഏതാ? പൈറോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ ബേസിസിറ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നോക്കാലോ. H3PO3 എന്ന് പറഞ്ഞാൽ എന്താ? H3PO3 എന്ന് പറയുന്നത് ഫോസ്ഫോറസ് ആസിഡാണ്. H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡാണ്. H3PO2 എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡാണ് അല്ലേ.
നോക്കാം ഇവിടെ ഏതൊക്കെയാണ്. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO4 കണ്ടോ. അവിടെ ബേസിസിറ്റി നോക്കിക്കുക, 1 2 3 ട്രൈ ബേസിക് ആണ് കണ്ടോ. 3 OH ഗ്രൂപ്പ് ഉണ്ട്, ട്രൈ ബേസിക് ആണ്. എത്ര OH ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അവിടെ ബേസിസിറ്റി നോക്കുന്നത്. ഇത് ട്രൈ ബേസിക് ആണ്, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഇനി H4P2O എന്നത് പൈറോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര OH ഉണ്ട്? 1 2 3 4 ടെട്രാ ബേസിക് ആണ്, ടെട്രാ ബേസിക് ആണ് പൈറോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞത്. H3PO3 അതായത് ഫോസ്ഫറസ് ആസിഡ് ആണെങ്കിലോ H3PO3 ഡൈ ബേസിക് ആണ്. ഇനി ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് H3PO2 ആണെങ്കിലോ അവിടെ മോണോ ബേസിക് ആണ്. ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുന്നത് മോണോ ബേസിക് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തേക്കണേ. നമുക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട്സ് ഇടാം ഇതിനെക്കുറിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിലേക്കാണ് പോകുന്നത്. ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ചാൽക്കോജൻസ്. ചാൽക്കോജൻസ് നോക്കിക്കുക, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, സെലീനിയം ഉണ്ട്, ടെലൂറിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്. ഇവരുടെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും സ്റ്റേ ആക്റ്റീവായിട്ട് തന്നെ ഇരുന്നേ. ചിലതൊക്കെ നമുക്ക് ബോറായിട്ട് തോന്നും, എൻ്റെ ദൈവം ഇനി ഈ ഫോസ്ഫോറസ് ആസിഡൊക്കെ എങ്ങനെ പഠിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ മക്കളെ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. We have to study, we must study. നമുക്ക് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിനെ ചാൽക്കോജൻസ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് നോക്കാം. ദ ടേം ചാൽക്കോജൻസ് വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ചാൽക്കോസ് മീനിങ് ഓർ ഫോമേഴ്സ്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഓർ ഫോം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിനെ ചാൽക്കോജൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിലെ ആദ്യത്തെ കോമ്പൗണ്ട് ഡൈ ഓക്സിജൻ ആണ്. അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും യൂസസും എന്താണെന്ന് നോക്കാം. ഡൈ ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഡൈ ഓക്സിജൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ ബൈ ഹീറ്റിംഗ് ഓക്സിജൻ കണ്ടെയ്നിങ് സോൾട്ട് സച്ച് ആസ് ക്ലോറേറ്റ്സ്, നൈട്രേറ്റ്സ്, പെർമാംഗനേറ്റ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ട് എടുക്കുക. ഇപ്പോൾ പെർമാംഗനേറ്റ് ആവാം, KMnO4, ഓക്സിജൻ ഉണ്ട്, ക്ലോറേറ്റ് ആവാം, പെർക്ലോറേറ്റ്സ് ഒക്കെ ആവാം, നൈട്രേറ്റ്സ് ആവാം, HNO2 പോലെയുള്ള നൈട്രേറ്റ്സ് ആവാം. എന്താണെങ്കിലും ശരി, നമ്മളൊരു ഓക്സിജൻ കണ്ടെയ്നിങ് സോൾട്ട് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്താൽ മതി. അന്നേരപ്പോഴേക്കും നമുക്ക് ഓക്സിജൻ അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് KClO3 ഹീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് MnO2, മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ H2O2 ഈസ് റെഡിലി ഡീകമ്പോസ്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ബൈ കാറ്റലിസ്റ്റ് സച്ച് ആസ് ഫൈൻലി ഡിവൈഡഡ് മെറ്റൽസ് ആൻഡ് MnO2. ഇവിടെയും MnO2 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ നടക്കുകയാണ് വാട്ടറായിട്ടും ഓക്സിജനായിട്ടും. അങ്ങനെയും ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാം. ഇനി ഓൺ എ ലാർജ് സ്കെയിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ടു ഈൽഡ് H2 അറ്റ് ദി കാത്തോഡ് ആൻഡ് O2 അറ്റ് ദി ആനോഡ്. അപ്പം ലാർജ് സ്കെയിലാണെങ്കിൽ H2 കാത്തോഡിലും O2 ആനോഡിലുമായിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആനയോണിൻ്റെ ചാർജ് എന്താ? ആനയോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, ആനയോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയാം, കാറ്റയോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജാണ്. കാറ്റയോൺ പോസിറ്റീവ് ചാർജ് സ്പീഷീസാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള H2, അതായത് കാറ്റയോൺ, അതായത് H+ഉം OH- ആയിരിക്കുമല്ലോ ഇത് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ H2 എന്ത് ചെയ്യും? കാത്തോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. കാത്തോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജും ആയിരിക്കും. അങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ആനോഡ് പോസിറ്റീവ് എന്നും കാത്തോഡ് നെഗറ്റീവ് എന്നും കാറ്റയോൺ പോസിറ്റീവ് എന്നും ആനയോൺ നെഗറ്റീവ് എന്നും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ H2 എങ്ങോട്ടായിരിക്കും പോവുക? കാത്തോഡിലേക്കായിരിക്കും പോവുക. അപ്പോൾ H2 എവിടെയാണ് ലിബറേറ്റ് ചെയ്യുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. H2 എവിടെയാണ് ലിബറേറ്റ് ചെയ്യുക? കാത്തോഡിൽ. ഓക്സിജൻ എവിടെയാണ് ലിബറേറ്റ് ചെയ്യുക? ആനോഡിൽ. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ, അതായത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൽ H2 ഷുഡ് ബി ഡിപ്പോസിറ്റഡ് അറ്റ്, അല്ലെങ്കിൽ ഈ ലിബറേറ്റഡ് അറ്റ് കാത്തോഡ് ആൻഡ് O2 ലിബറേറ്റഡ് അറ്റ് ആനോഡ്. എന്നാണ് കഥ. ഓക്കെ, അടുത്ത നമുക്ക് യൂസസ് ഓഫ് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ഈസ് യൂസ്ഡ് ഇൻ നോർമൽ റെസ്പിറേഷൻ, കമ്പഷൻ, ഓക്സിഅസെറ്റലിൻ, വെൽഡിംഗ് എക്സെട്ര. ഓക്സിജൻ സിലിണ്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈയിങ് ആൻഡ് ഇൻ മൗണ്ടനിയറിംഗ്. ഇതിൻ്റെ മാനുഫാക്ചർ ഓഫ് മെനി മെറ്റൽസ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ യൂസസ് നമുക്ക് പറഞ്ഞാൽ തീരുകയല്ല, അതിന് മാത്രം ഓക്സിജൻ്റെ യൂസസ് ഉണ്ടല്ലേ. ഇത് നമുക്ക് ഈ ഫാമിലിയിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കാം. ഓസോൺ ആണ്. ഓസോണിൻ്റെ സ്ട്രക്ചറിലേക്ക് ആദ്യം നോക്കാം. ഇതുകൊണ്ട് ഓസോണിന് 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജൻ ആറ്റം ലിങ്ക് ചെയ്തിരിക്കുവാണ്.
അതിന് 2 ഓക്സിജൻ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ടാണുള്ളത്. ഇത് സ്ട്രോങ് ബോണ്ടാണ്, മറ്റേത് വീക്ക് ബോണ്ടാണ്. ഈ ചാർജ്ഡ് ഓർ എനർജറ്റിക് ഓക്സിജൻ മോളിക്യൂൾസ് ആയിരിക്കും ഇതുണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇതൊന്നെങ്കിൽ ഇതർ മൈനസ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓസോൺ ഈസ് എൻ അല്ലോട്രോപിക് ഫോം ഓഫ് ഓക്സിജൻ. ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് ദി എർത്ത് സർഫസ് ഫ്രം ആൻ എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് UV റേഡിയേഷൻ. അപ്പോൾ ഓസോൺ ഉണ്ട്, ഓസോണിൻ്റെ ഇമ്പോർട്ടൻസും നമുക്കറിയാവുന്നതാണ്. ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ഓസോണിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോട്ടോകോൾ ഏതാ? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ട്രീറ്റി സൈൻഡ് ഇൻ 1987. മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തിരിക്കുന്നത് 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ 1987 മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഓർത്ത് വയ്ക്കുക. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓസോൺ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ നോക്കിയാൽ when a slow dry stream of oxygen is passed through a silent electric charge, ozone is formed. അപ്പോൾ ഓക്സിജനിൽ നിന്നാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ഓസോണൈസ്ഡ് ഓക്സിജൻ. ഓസോണൈസ്ഡ് ഓക്സിജൻ ആണ് ഓസോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഓസോണൈസ്ഡ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജൻ തന്നെയാണ്, ഓസോൺ ആണ് ഓസോണൈസ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. when a slow dry stream of oxygen is passed through silent electric discharge. അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുമ്പോഴാണ് ഓക്സിജൻ എന്ത് ചെയ്യും, ഓസോണൈസ്ഡ് ആവുന്നത്. ഓക്കെ, ഓസോണിൻ്റെ കളർ എന്താണ് എന്നൊക്കെയോ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെയിൽ ബ്ലൂ ഗ്യാസ് ആണ്. ഇനി ലിക്വിഡ് ആണെങ്കിലോ ഡാർക്ക് ബ്ലൂ ലിക്വിഡ് ആണ്. ഇനി സോളിഡ് ഫോമിലാണെങ്കിൽ വയലറ്റ് ബ്ലാക്ക് സോളിഡ് ആണ്. അപ്പോൾ പ്യുവർ ഓസോൺ ഈസ് എ പെയിൽ ബ്ലൂ ഗ്യാസ്, dark blue liquid and violet black solid. Ozone has a characteristic smell and in small concentration it is harmless. Ozone is thermodynamically unstable with respect to oxygen since its decomposition results in the liberation of heat. അപ്പോൾ unstable ആണ്, thermodynamically unstable ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഓക്സിഡൈസസ് ലെഡ് സൾഫൈഡ് ടു ലെഡ് സൾഫൈഡ്. അപ്പോൾ ലെഡ് സൾഫൈഡിനെ സൾഫേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓസോൺ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അയഡൈഡ് ടു അയഡിൻ, അയഡൈഡ് അയോൺസിനെ I- അയോൺസിനെ I2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോൺ അതായത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെൻ ഓസോൺ റിയാക്ട്സ് വിത്ത് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ, അയഡിൻ ഈസ് ലിബറേറ്റഡ് വിച്ച് ക്യാൻ ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോസൾഫൈറ്റ്. അപ്പോൾ സോഡിയം തയോസൾഫൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോസൾഫൈറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന when ozone react with the excess of potassium iodide buffered with a borate buffer, iodine is liberated. Iodine liberating which can be titrated against. ഇവിടെ iodine എന്ത് ടൈട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും? സോഡിയം തയോസൾഫേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ്, അതായത് അയഡിൻ വേഴ്സസ് സോഡിയം തയോസൾഫേറ്റ് Na2S2O7 സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ദിസ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഓസോൺ ഗ്യാസ്. ഓസോൺ ഗ്യാസിൻ്റെ എസ്റ്റിമേഷൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ദിസ് ടൈട്രേഷൻ ഓഫ് അയഡിൻ വേഴ്സസ് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റിൻ്റെ ഫോമുല എന്ന് പറയുന്നത് Na2S2O7 Na2S2O3 ആണ്. Na2S2O3 ആണ് സോഡിയം തയോസൾഫേറ്റിൻ്റെ ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ദ ടൈട്രേഷൻ ഓഫ് അയഡിൻ വേഴ്സസ് Na2S2O3 ദാറ്റ് ഈസ് സോഡിയം തയോസൾഫേറ്റ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഓസോൺ ഗ്യാസ്. ഇനി ഇത് റെസൊണൻസ് ഫോം ഓഫ് ഓസോൺ. ഓസോണിൻ്റെ റെസൊണൻസ് ഫോം ഇതാണ്. ഒരിടത്ത് ഡബിൾ ബോണ്ടും മറ്റൊരിടത്ത് സിംഗിൾ ബോണ്ടും. അഗെയിൻ അവിടെ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ ഇവിടുന്ന് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഓക്സിജനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഒരു എലമെൻ്റ് ആറ്റമാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് ബോണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് പോകും in order to balance the configuration. Two oxygen bond length in the ozone molecules are identical and the molecule is angular as expected with a bond angle of 170 degree. Bond angle 170 degree ആണ്. ഇത് നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. റെസൊണൻസ് സ്ട്രക്ചർ കാരണം എന്താ, അവിടെ രണ്ട് ഓക്സിജൻ ആറ്റത്തിലേക്കുള്ള ഈ ഒരു ഡബിൾ ബോണ്ട് ഇത് ഏകദേശം തുല്യമാണ്. The two oxygen bond lengths in the ozone molecule are identical. രണ്ടും ഐഡന്റിക്കൽ കാരണം ഇങ്ങനെ രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നതുകൊണ്ട് ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, 170 ഡിഗ്രി ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഓസോണിന്റെ യൂസസ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ജെർമിസൈഡ്, ഡിസിൻഫെക്റ്റന്റ്, സ്റ്റെറിലൈസിംഗ് വാട്ടർ, യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് ഓയിൽസ്, ഐവറി, ഫ്ലോർ, starch etc. and it acts as an oxidizing agent in the manufacture of potassium permanganate. ഇതൊക്കെയാണ് നമ്മുടെ യൂസസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ എന്ന് പറയുന്ന ഡയോക്സിജനെ കുറിച്ചും ഓസോണിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് 16 ഫസ്റ്റ് എലമെന്റ് ആയത് ഓക്സിജൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സൾഫർ ആൻഡ് സൾഫർ റിലേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. സൾഫറിൽ നമ്മൾ ആദ്യമായിട്ട്
ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൾഫറിന്റെ അലോട്രോപ്സിനെ കുറിച്ച് തന്നെയാണ്. അലോട്രോപ്സ് ഓഫ് സൾഫറിലെ ഒന്നാമത്തേതാണ് റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫർ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കി നമ്മുടെ ഒരു W ഷേപ്പിലുള്ള സ്ട്രക്ചറാണ്, സൈറ്റ് ആണ് കേട്ടോ. 8 ആറ്റംസ് ചേർന്നായിട്ടാണ് ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് സൾഫർ. റോംബിക് സൾഫർ ആണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് സൾഫർ എന്ന് പറയുന്നത്. ദിസ് അലോട്രോപ്പ് ഈസ് യെല്ലോ ഇൻ കളർ ആസ് ദ ബോൾ ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഇസ് യെല്ലോ ഇൻ കളർ ആണ്. ഇറ്റ് ഇസ് ഫോംഡ് ഓൺ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോൾഡ് സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അപ്പോൾ ഫോർമേഷൻ ഒന്നും ചോദിക്കില്ലായിരിക്കും. ഇറ്റ് ഈസ് ഇൻസോളിബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ഇൻസോളിബിൾ ആണ്. ബട്ട് ഡിസോൾവ്സ് ഇൻ സം എക്സ്റ്റെൻറ്റ് ഇൻ ബെൻസീൻ, ആൽക്കഹോൾ ആൻഡ് ഈതർ. അപ്പോൾ ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് സൾഫർ ഏതാണ്? റോംബിക് സൾഫർ ആണ്. റോംബിക് സൾഫറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ആൽഫ സൾഫർ. ഈ റോംബിക് സൾഫറിന്റെ കളർ എന്താണ്? യെല്ലോ കളർ. ക്ലിയർ ആണല്ലോ. അടുത്ത സൾഫറിലേക്ക് പോകാം. സൾഫറിന്റെ രണ്ടാമത്തെ അലോട്രോപ്പാണ് മോണോക്ലിനിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫർ എന്ന് പറയുന്നത്. ഇത് മെൽറ്റിംഗ് റോംബിക് സൾഫർ. റോംബിക് സൾഫറിനെ മെൽറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സൾഫറാണ് മോണോക്ലിനിക് സൾഫർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് മോണോക്ലിനിക് സൾഫർ നോക്കിക്കുക ഇതാണ്. 2 holes are made in the crust and the remaining liquid poured out. On removing the crust, the colorless needle shaped crystals of beta sulfur are formed. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് ഇത് പറയുന്നത്. റോംബിക് സൾഫറിൽ നിന്നാണ് മോണോക്ലിനിക് സൾഫർ ഫോം ചെയ്യുന്നത്. ആദ്യം റോംബിക് സൾഫറിനെ മെൽറ്റ് ചെയ്തു. മെൽറ്റിംഗ് റോംബിക് സൾഫർ ഇൻ അഡീഷൻ കൂളിംഗ് ടിൽ crust is formed. അതിനുശേഷം 2 holes are made in the crust and remaining liquid poured out. On removing the crust, colorless needle shaped crystals of beta sulfur are formed. അപ്പോൾ ബീറ്റ സൾഫർ എന്ന് പറയുന്നത് മോണോക്ലിനിക് സൾഫർ ആണ്. ആൽഫ സൾഫർ എന്ന് പറയുന്നത് റോംബിക് സൾഫർ ആണ്. റോംബിക് സൾഫർ is a most stable form of sulfur which is insoluble in water. ക്ലിയർ അല്ലേ? റോംബിക് സൾഫറിനും മോണോക്ലിനിക് സൾഫറിനും എസൈറ്റ് ആണ് തന്നെ ഹാവ് എസൈറ്റ് മോളിക്യൂൾസ്. ദീസ് എസൈറ്റ് മോളിക്യൂൾസ് ആർ പാക്ഡ് ടു ഗീവ് ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. ദി എസൈറ്റ് റിംഗ് ഇൻ ബോത്ത് ദ ഫോം ഈസ് പക്കേർഡ് ആൻഡ് ഹാസ് എ ക്രൗൺ ഷേപ്പ്. അപ്പോൾ ഇതിൽ crown shape. The acid ring in both the forms is puckered and has a crown shape. അപ്പോൾ ഷേപ്പ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ക്രൗൺ ഷേപ്പ് ആണ് ഇതിനുള്ളത്. രണ്ടും ഡിഫറെൻ്റ് സ്ട്രക്ചർ ആണ്, പക്ഷേ അതിന് ക്രൗണിൻ്റെ ഷേപ്പ് ആയിരിക്കും കേട്ടോ ഏകദേശം. അപ്പോൾ അത് സ്ട്രക്ചർ ഓഫ് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റോംബിക് സൾഫറിൻ്റെത്, ഇതാണ് നമ്മുടെ മോണോക്ലിനിക് സൾഫറിൻ്റെത്. മോണോക്ലിനിക് സൾഫർ എങ്ങനെയാണെങ്കിലും നമുക്കൊരു ക്രൗൺ ഷേപ്പിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൾഫറിൻ്റെ അലോട്രോപ്സ് തന്നെയാണ് നമ്മുടെ റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും. അതിനകത്തെ മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? റോംബിക് സൾഫർ ആണ്. അപ്പോൾ നമ്മൾ സൾഫർ ഡയോക്സൈഡ്, അതായത് നമുക്ക് സൾഫറിൻ്റെ അലോട്രോപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. സൾഫർ ഡയോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ബേണിംഗ് സൾഫർ ഇൻ എയർ ഓർ ഓക്സിജൻ. അപ്പോൾ സൾഫറിനെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഈസ് റെഡിലി പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് എ സൾഫൈറ്റ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫൈറ്റ്, ഏതെങ്കിലും ഒരു സൾഫൈറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഇൻഡസ്ട്രിയലി ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് by a byproduct of roasting of sulfide ore. Sulfide ores ne roast ചെയ്യുമ്പോൾ, roasting means burning in presence of air. എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്നതിനാണ് നമ്മൾ റോസ്റ്റിംഗ് എന്നും കാൽസിനേഷനും, ഇത് ശരിക്കും മെറ്റലർജിക്കൽ ടേംസ് ആണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സൾഫൈഡ് ഓറിനെ എടുത്തു, ആ സൾഫൈഡ് ഓറിനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കളർലെസ് ഗ്യാസ് ആണ്. പഞ്ചന്റ് സ്മെല്ലുണ്ട്. ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ നല്ലോണം ഡിസോൾവ് ചെയ്യുന്ന ആളാണ്. SO2 when passed through water form a solution of sulfurous acid. സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയുമ്പോൾ ഫോർമുല H2SO3 ആണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO3 ആണ്. H2SO3. അപ്പോൾ when passed through water, വെള്ളത്തിൽ കൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ സൾഫർ ഡയോക്സൈഡ് when passed through water forms a solution of sulfurous acid. Sulfurous acid H2SO3 ആണ്. SO2 plus H2O gives H2SO3. SO2 reacts readily with sodium hydroxide solution forming sodium sulfite. Na2SO3 ഫോം ചെയ്യും, which then react with more amount of SO2 to form sodium hydrogen sulfite ഫോം ചെയ്യും. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സൾഫൈറ്റ് കിട്ടും. സോഡിയം സൾഫൈറ്റ് പിന്നെ മോർ എമൗണ്ട് ഓഫ് സൾഫർ ഡയോക്സൈഡുമായിട്ട് SO2 റിയാക്ട് ചെയ്തിട്ട് NaHCO3 സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് ഫോം ചെയ്യും.
സൾഫർ ഡയോക്സൈഡിനെ കുറിച്ച് 2 അഡീഷനും കൂടിയുണ്ട്. സൾഫർ ഡയോക്സൈഡ് റിയാക്ട് വിത്ത് ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ചാർക്കോളിൻ്റെ പ്രസൻസിൽ സൾഫ്യൂറൈൽ ക്ലോറൈഡ് കിട്ടും. സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SO2Cl2 എന്നാണ് ഫോർമുല. ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ വനേഡിയം പെൻഡോക്സൈഡിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അഗൈൻ ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ടു 2SO3 സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും. വെൻ മോയിസ്റ്റ് സൾഫർ ഡയോക്സൈഡ് റിയാക്ട്സ് ആസ് റിഡ്യൂസിങ് ഏജൻറ്റ്. മോയിസ്റ്റ് ആണെങ്കിൽ അതായത് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ഇറ്റ് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ഇറ്റ് കൺവേർട്സ് Fe2+ to Fe3+ ആൻഡ് ഡീകളറൈസസ് അസിഡിഫൈഡ് KMnO4 സൊല്യൂഷൻ. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് H2O അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. മോളിക്യൂൾ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഈസ് ആംഗുലർ. നമ്മുടെ H2Oൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് H2O വാട്ടർ മോളിക്യൂൾ ആംഗുലർ ആണ്. അതുപോലെ തന്നെ SO2 ആംഗുലർ ആണ്. ഇറ്റ് ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് 2 കാനോണിക്കൽ ഫോംസ്. അപ്പോൾ നമ്മുടെ ഓസോണിനെ പോലെ തന്നെ ഇതും ഒരു റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. 2 കാനോണിക്കൽ ഫോംസ് ഇതിനുണ്ട്. സൾഫർ ഡയോക്സൈഡിൻ്റെ യൂസസ് നോക്കാം. സൾഫർ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ റിഫൈനിങ് പെട്രോളിയം ആൻഡ് ഷുഗർ റിഫൈൻ ചെയ്യാൻ, പെട്രോളിയം റിഫൈൻ ചെയ്യാനൊക്കെ സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിങ് വൂൾ ആൻഡ് സിൽക്ക്, വൂളും സിൽക്കും ഒക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് ആൻറ്റി-ക്ലോർ ഡിസിൻഫെക്റ്റൻ്റ് ആൻഡ് പ്രിസർവേറ്റീവ്. അപ്പോൾ ക്ലോറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് SO2 ഈസ് യൂസ്ഡ് ആസ് എ സോൾവെൻ്റ്. ഒരു സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ സൾഫറിൻ്റെ ഓക്സോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൾഫർ ഫോംസ് ഇൻ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്സ് സച്ച് ആസ് H2SO3, നമ്മൾ നേരത്തെ പറഞ്ഞു. സൾഫ്യൂറസ് ആസിഡ് H2SO4, സൾഫ്യൂരിക് ആസിഡ് H2S2O8, H2S2O7 ഒല്ലിയം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ H2SO3 സൾഫ്യൂറസ് ആസിഡിൻ്റെ ഫോർമുല ഇതാണ്. ദിറ്റ് ഇസ് എ ഡൈബേസിക് ആണ്. ഇത് ഡൈബേസിക് ആണ്. 2 OH ഗ്രൂപ്പ് ഉണ്ട് കണ്ടോ, 2 OH SO ഒരു ലോൺ പെയർ ഉണ്ട്. ദിസ് ഇസ് ലോൺ പെയർ ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ H2O4 വിച്ച് ഈസ് ഓൾസോ ഡൈബേസിക് ആണ്. പിന്നെ അതുപോലെ തന്നെ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിൽ ഒരു ബ്രിഡ്ജ് കാണാം, OO ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഒരു സിംഗിൾ ബ്രിഡ്ജാണ് H2S2O7 അല്ലെങ്കിൽ ഒലിയത്തിലുള്ളത്. പൈറോ സൾഫ്യൂരിക് ആസിഡിൽ നേരത്തെ പോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. ഓക്സിജൻ ആറ്റത്തിന് 2 ബ്രിഡ്ജ് കാണുന്നത് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിൽ. അപ്പോൾ നമുക്ക് പെറോക്സോ എന്ന് പറയുമ്പോൾ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോർമുല എന്താ ഇങ്ങനെയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഫോർമുല ഇവിടെ ഒരു OO ലിങ്കേജ് കാണാം, ഇവിടെ അതുപോലെ തന്നെ പെറോക്സൈഡിൽ ഒരു OO ലിങ്കേജ് ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൾഫ്യൂരിക് ആസിഡ്, ദ കിങ് ഓഫ് കെമിക്കൽസ് നോക്കാം. ദ കിങ് ഓഫ് കെമിക്കൽസ് ആണ്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല ഇതാണ്. H2SO4 ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. 1 2 3 4 ഓക്സിജൻ ആറ്റം H2SO4 ഇങ്ങനെയാണുള്ളത്. ഇത് ഡൈബേസിക് ആണ്. OH ഗ്രൂപ്പ് അപ്പുറം ഉണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ കെമിക്കൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതും അതുപോലെ തന്നെ ഇത് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നതും നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. മാനുഫാക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ദ പ്രോസസ് കോൺടാക്ട് പ്രോസസ്. മറന്നു പോകരുത്, പേര് കോൺടാക്ട് പ്രോസസ് ആണ്. 3 സ്റ്റെപ്പാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വനേഡിയം പെൻഡോക്സൈഡ് ആണ്, V2O5. കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ് ആണ്. പ്രോസസ്സിൻ്റെ പേരെന്ന് പറയുന്നത് കോൺടാക്ട് പ്രോസസ്സാണ്. ആദ്യം എന്താ ചെയ്യുന്നത്, ബേണിംഗ് ഓഫ് സൾഫറിനെ ആദ്യം സൾഫൈഡ് ഓറിനെ നമ്മൾ SO2 ആക്കി മാറ്റുകയാണ്, സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറ്റുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സൾഫർ വെൻ ബേൺസ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ വിൽ ഗെറ്റ് സൾഫർ ഡയോക്സൈഡ്. ഇനി എന്ത് ചെയ്യും, സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറ്റുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് V2O5 അല്ലെ വനേഡിയം പെൻഡോക്സൈഡ് പ്രസൻസിൽ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഇനി എന്ത് ചെയ്യും, സൾഫർ ട്രയോക്സൈഡിനെ അബ്സോർപ്ഷൻ ഓഫ് SO3 ഇൻ H2SO4 ടു ഗീവ് ഒല്ലിയം ആക്കി മാറ്റുന്നു, H2S2O7 ആക്കി കഴിഞ്ഞിട്ട് ഒല്ലിയം മേ ബി ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ടു ഒബ്റ്റെയിൻ സൾഫ്യൂരിക് ആസിഡ് ഓഫ് ഡിസൈർഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ ഒല്ലിയത്തിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഒല്ലിയത്തിനെയാണ് നമ്മൾ ശരിക്കും ഡൈല്യൂട്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് സൾഫർ ഡയോക്സൈഡിനെ നമ്മൾ വനേഡിയം പെൻഡോക്സൈഡ് പ്രസൻസിൽ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഇനി ഈ സൾഫർ ട്രയോക്സൈഡിനെ നമ്മൾ ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒല്ലിയം കിട്ടുന്നു. ഈ ഒല്ലിയത്തിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറ്റുന്നത്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കളർലെസ് ആണ്, ഒരു ഓയിലി ലിക്വിഡാണ്,
പിന്നെ dissolves in water with the evolution of large quantity of heat. That means ഇതൊരു exothermic reaction ആണ്. Dilution of acid എന്ന് പറയുന്നത് exothermic reaction ആണ്. The concentrated acid must be added slowly into water with constant stirring. അപ്പോൾ dilution എങ്ങനെയാണ്? Acid should be added to water. Acid കുറേശ്ശെ ആയിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഡൈല്യൂഷൻ ഓഫ് ആസിഡ് എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. H2SO4 വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, പക്ഷെ നമ്മൾ H2SO4 ഡ്രോപ്പ് ആയിട്ട് വേണം വെള്ളത്തിൽ ആഡ് ചെയ്യാൻ കേട്ടോ. ഇറ്റ് ഈസ് എ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് H2SO4 ഈസ് ഡ്യൂ ടു ലോ വോളറ്റൈലിറ്റി. അത് പെട്ടെന്ന് ആവിയായി പോകത്തില്ല. സ്ട്രോങ് അസിഡിക് ക്യാരക്ടർ, ഹൈലി അസിഡിക് ആണ്. സ്ട്രോങ് അഫിനിറ്റി ഓഫ് വാട്ടറിനോട് സ്ട്രോങ് അഫിനിറ്റി ആണ്. എബിലിറ്റി ടു ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്, പോരാത്തതിന് ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ടും ചെയ്യും. ദീസ് ആർ ദ റീസൺ ഫോർ ദി കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4 ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രോങ് അഫിനിറ്റി ഫോർ വാട്ടർ ആണ്. അപ്പോൾ സ്ട്രോങ് അഫിനിറ്റി ഫോർ വാട്ടർ മീൻസ് നമുക്ക് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട് കൂടി ഇത് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. മെനി വെറ്റ് ഗ്യാസസ് ക്യാൻ ബി ഡ്രൈഡ് ബൈ പാസിംഗ് ദം ത്രൂ സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ യൂസസ് നോക്കാം. പെട്രോളിയം റിഫൈനിങ്ങിൽ, ഡിറ്റർജന്റ് ഇൻഡസ്ട്രിയിൽ, സ്റ്റോറേജ് ബാറ്ററീസിൽ, മാനുഫാക്ചറിംഗ് ഓഫ് പിഗ്മെന്റ്സ്, പെയിന്റ്സ് ആൻഡ് ഡൈ സ്റ്റഫ്, മെറ്റലർജിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് ആസ് ലബോറട്ടറി ഏജന്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് നൈട്രോസെല്ലുലോസ് പ്രോഡക്റ്റ്. അപ്പോൾ ഒത്തിരിയധികം യൂസസ് ഉണ്ട് സൾഫ്യൂരിക് ആസിഡിന്, എന്നാലും പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുവാണ് ഇത്രയും. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഗ്രൂപ്പ് 17 ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐറിൻ, അസ്റ്റാറ്റിൻ. നമുക്കറിയാം മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്, അയോണിക് റേഡിയസ് ഇൻക്രീസസ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഇനി ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈച്ച് ആൻഡ് എവരി വൺ ഈസ് ഗ്യാസസ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് 17 എലമെന്റ്സിലേക്ക് നോക്കുവാണെങ്കിൽ ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഹാലോജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ആർ കോൾഡ് സോൾട്ട് പ്രൊഡ്യൂസേഴ്സ്. ഹാലോജൻസ് മീൻസ് സോൾട്ട് പ്രൊഡ്യൂസേഴ്സ്. ഹാലോജൻസ് ആർ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റാലിക് എലമെന്റ്സ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആണ്. ദ ലാസ്റ്റ് മെമ്പർ അസ്റ്റാറ്റിൻ ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അപ്പം നമ്മുടെ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ കൂടെയുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ക്ലോറിൻ മോളിക്യൂളിനെ കുറിച്ച് നോക്കാം. ക്ലോറിൻ വാസ് ഡിസ്കവേർഡ് ഇൻ 1774 by Scheele by the action of HCl on MnO2. HCl-ഉം MnO2ഉം കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്തത്. കാൾ ഷീലയാണ് 1774 35.452 ആറ്റോമിക് മാസ് ഉള്ള നമ്മുടെ ക്ലോറിൻ ഗ്യാസിനെ കണ്ടെത്തിയത്. ആ ഒരു ടെക്നിക്ക് കൂടാതെ വേറൊരു മെത്തേഡിൽ കൂടി ക്ലോറിൻ ഗ്യാസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബൈ ദി ആക്ഷൻ ഓഫ് HCl ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോറിനെ നമുക്ക് either MnO2 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl ഉപയോഗിച്ചോ അല്ലെങ്കിൽ HCl ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വഴിയോ ക്ലോറിൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അടുത്തത് മാനുഫാക്ചർ ഓഫ് ക്ലോറിൻ. ക്ലോറിൻ ഗ്യാസിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകൺസ് പ്രോസസ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് CuCl2. അപ്പോൾ നമുക്ക് കോപ്പർ ക്ലോറൈഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അറ്റ് 723 കെൽവിൻ. അപ്പോൾ കോപ്പർ ക്ലോറൈഡ് ആണ് കാറ്റലിസ്റ്റ്. ക്ലോറിനെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് ഡീകൺസ് പ്രോസസ് എന്നറിയപ്പെടുന്നത്. അമോണിയ പ്രിപ്പറേഷൻ ആണ് ഹെയ്ബർ പ്രോസസ് എന്നറിയപ്പെടുന്നത്. അമോണിയ ഹെയ്ബർ പ്രോസസ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി അയൺ ആണ്. ഹെയ്ബർ പ്രോസസ്. ഇനി അടുത്തത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കോൺടാക്ട് പ്രോസസ്സാണ്. സൾഫ്യൂരിക് ആസിഡ് കോൺടാക്ട് പ്രോസസ്സ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വനേഡിയം പെൻടോക്സൈഡ് ആണ്, V2O5. ഇവിടെയാണെങ്കിൽ സ്പോഞ്ചി അയൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡീകൺസ് പ്രോസസ്സ് ചെയ്യുന്നതാണ് ക്ലോറിൻ്റെ പ്രോസസ്സിന് പറയുന്നവരാണ് ഡീകൺസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോറിൻ ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് വുഡ് പൾപ്പ്, bleaching cotton and textiles, the extraction of gold and platinum, manufacture of dyes, drugs, organic compounds, sterilizing drinking water, the preparation of poisonous gases such as phosgene. Phosgene എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്, COCl2. പിന്നെ അത് നമ്മുടെ ടിയർ ഗ്യാസ് എന്ന് വെച്ചാൽ CCl3NO2 എന്ന് പറയുന്ന ടിയർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത ഗ്ലോബറാണ് 1648 ബൈ ഹീറ്റിംഗ് കോമൺ സോൾട്ട് വിത്ത്
കോൺസെൻട്രേറ്റഡ് H2SO4. കോമൺ സോൾട്ടും കോൺസെൻട്രേറ്റഡ് H2SO4ഉം വെച്ച് ട്രീറ്റ് ചെയ്തപ്പോഴേക്കും കോമൺ സോൾട്ട് NaCl സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി. ഗ്ലോബറാണ് പ്രിപ്പയർ ചെയ്തത്. 1648 ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി HCl ഗ്യാസ് ക്യാൻ ബി ഡ്രൈഡ് ബൈ പാസിംഗ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻ കേസ് ഇനി മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ചെയ്യാൻ പറ്റും. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇതൊരു കളർലെസ് പഞ്ചൻറ്റ് സ്മെല്ലിംഗ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി സോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് അയനൈസസ് ആസ് H3O+ ആൻഡ് Cl-. ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ ഈസ് കോൾഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ആണോ അപ്പോൾ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ എന്ന് ഡൗട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ്, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ HCl എന്ന് പറയുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഒരു ഗ്യാസ് ആണ്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും, which is liquid in state. അപ്പോൾ its aqueous solution of this hydrogen chloride is called hydrochloric acid. It reacts with NH3 and gives white fumes. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് NH3യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വൈറ്റ് ഫ്യൂംസ് ഉള്ള അമോണിയം ക്ലോറൈഡ് NH4Cl ഫോം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അക്വറീജിയ എന്താണെന്ന് അറിയാം അല്ലേ? സ്വർണത്തിനെ ലയിപ്പിക്കുന്ന ലായകമാണ് ഇത്. റോയൽ ലിക്വിഡാണ് അക്വറീജിയ എന്ന് പറയപ്പെടുന്നത്. അക്വറീജിയ ഈസ് എ മിക്സ്ചർ ഓഫ് 3:1 മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl and concentrated HNO3. തെറ്റിപ്പോകരുത്. അവിടെ 3 പാർട്ട് കോൺസെൻട്രേറ്റഡ് HCl ആണ്. നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് HClനെ കുറിച്ചാണ്. ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് HNO3. 3 പാർട്ടും കോൺസെൻട്രേറ്റഡ് HCl. ഈ അക്വറീജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസോൾവിങ് നോബിൾ മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, പ്ലാറ്റിനം. ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും ഒക്കെ ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ദ്രാവകമാണ് അക്വറീജിയ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നോക്കിക്കേ. മാനുഫാക്ചർ ഓഫ് ക്ലോറിൻ, അമോണിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്ലൂ ഫ്രം ബോൺസ് ആൻഡ് പ്യൂരിഫൈങ് ബോൺ ബ്ലാക്ക് ഇൻ മെഡിസിൻ ആൻഡ് ആസ് എ ലബോറട്ടറി റിയേജന്റ്. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഒഉപയോഗം ചോദിച്ചാൽ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ലബോറട്ടറി റിയേജൻ്റ് ആയിട്ട്. അതിന് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഒരു 4 പോയിന്റാണ് ഈ പറഞ്ഞേക്കുന്നത്. ഹാലജൻസിൻ്റെ ഓക്സോ ആസിഡ്സ് നോക്കാം. ഹാലജൻസ് ഫോംസ് എ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്സ് സച്ച് as ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ട്. ഒന്നാമത്തെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് HOCl ആണ്. രണ്ടാമത്തെ ക്ലോറസ് ആസിഡ് ഉണ്ട്. ക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് HClO2 ആണ്. ഇനി എഗെയിൻ ക്ലോറിക് ആസിഡ് ഉണ്ട്. ക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് HClO3 ആണ്. ക്ലോറിക് ആസിഡ് എഗെയിൻ വരുന്നത് പെർക്ലോറിക് ആസിഡ് ആണ്. പെർക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് HClO4 ആണ്. HClO4 ഇവിടെ നോക്കി ഇതെല്ലാം ആസിഡ് ആണ് കേട്ടോ. ഓക്സോ ആസിഡ്സ് ഓഫ് ഹൈപ്പോക്ലോറസ് ആസിഡ് ദാറ്റ് ഈസ് വെൻ വി ആർ ഡിസോൾവിങ് ഇറ്റ് ഇൻ വാട്ടർ വിൽ ഗെറ്റ് H+ അയോൺസ് ഇവിടെ ലിബറേറ്റ് ചെയ്യും. ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl, ക്ലോറസ് ആസിഡ് HClO2, ക്ലോറിക് ആസിഡ് HClO3, പെർക്ലോറിക് ആസിഡ് HClO4. നോക്കിക്കേ ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl, രണ്ടാമത്തെ ക്ലോറസ് ആസിഡ് HClO2, ക്ലോറിക് ആസിഡ് HClO3, പെർക്ലോറിക് ആസിഡ് HClO4. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞേക്കുന്നത്. കണ്ടോ, 3 ഓക്സിജൻ ആറ്റം ഉണ്ട് HClO4ൽ, 3 C ഡബിൾ ബോണ്ട് O ഉണ്ട് HClO4ൽ, 2 C ഡബിൾ ബോണ്ട് O ഉണ്ട് HClO3ൽ. ക്ലോറസ് ആസിഡ് HClO2ലാണെങ്കിൽ 1 ഡബിൾ ബോണ്ട് ഉണ്ട്. HOCl ഡബിൾ ബോണ്ട് ഒന്നുമില്ല, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ നോക്കണേ, സിംഗിൾ ബോണ്ട് മാത്രമുള്ളത് HOCl. HClO2ൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്, അപ്പോൾ 1 ഡബിൾ ബോണ്ട് ഉണ്ട്. HClO3ൽ 3 ഓക്സിജൻ ആറ്റം ഉണ്ട്, അതുകൊണ്ട് 2 ഡബിൾ ബോണ്ട് ഉണ്ട്. HClO4ൽ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്, അതുകൊണ്ട് 3 ഡബിൾ ബോണ്ട് ഉണ്ട്. നോക്കിക്കോണേ, ClO ഡബിൾ ബോണ്ടിൻ്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് ഗ്രൂപ്പ് 17ൽ നിന്ന് പഠിക്കാനുള്ള ഒരു കോമ്പൗണ്ട്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഹാലജൻ, രണ്ട് ഹാലജൻസ് ചേർന്നിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AX, IF, IF5, ICl അങ്ങനെയുള്ള, അതായത് 2 ഡിഫറെൻറ്റ് ഹാലജൻസ് ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ്. ദീസ് ആർ 4 ടൈപ്സ്, നെയിംലി AX, AX3, AX5, AX7. നോക്കിക്ക് ഓഡ് നമ്പറാണ്, 1, 3, 5, 7. AX, AX3,
AX5, AX7 അങ്ങനെ 4 തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. സെൻട്രൽ ഹാലജൻ ആറ്റം എന്ന് പറയുന്ന ഒരാളെ കാണത്തുള്ളൂ. A അസ്യൂംസ് sp3d ഹൈബ്രിഡൈസേഷൻ. sp3d ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും AX3 കാണിക്കുന്നത്. AX3 sp3d ഹൈബ്രിഡൈസേഷൻ. sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും AX5 sp3d3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും AX7 അപ്പോൾ ഇവിടെ പറയുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d, sp3d2, sp3d3 ഈ 3 ഹൈബ്രിഡൈസേഷനാണ് അവിടെ നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്നത്. sp3d എന്ന് പറയുമ്പോൾ നോക്കിക്കേ 3 പിയും 1 ഡിയും 1 എസും. ടോട്ടൽ അവിടെ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 5 ഓർബിറ്റൽസ് ആണ്. ആ 5 ഓർബിറ്റൽസിനെ നമുക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? sp3d 5 ഓർബിറ്റൽസ് AX3 കാണുന്നത്. AX4 എന്ന് പറയുമ്പം sp3d, AX4 അല്ല AX5 എന്ന് പറയുമ്പം sp3d2 3 2 5 1 6. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിൻ്റെ എണ്ണം കുറവാന്ന് ഓർത്താൽ മതി. AX7 3 3 6 1 7 sp3d3 3 3 6 1 7 വരുന്നത് sp3d3 AX7 AX7 ടോട്ടൽ ആറ്റം എന്ന് പറയുന്നത് അറ്റമിസിറ്റി എന്ന് പറയുന്നത് 8 ഇനി AX5 ടോട്ടൽ അറ്റമിസിറ്റി എന്ന് പറയുന്നത് 6 ഇവിടെ 4 അപ്പോൾ ആ 4 അറ്റോമിസിറ്റി വന്നപ്പോൾ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d എന്ന് പറയുമ്പം നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് 5 AX5 അറ്റോമിസിറ്റി 6 സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 3 2 5 1 6 ഇനി sp3d3 എന്ന് പറയുമ്പോൾ 3 3 6 1 7 ഇവിടെ 7. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം sp3d2 3 2 5 1 6, അതുപോലെ തന്നെ AX5 5 1 6. അതായത് അറ്റോമിസിറ്റിയും ഹൈബ്രിഡൈസേഷനും സെയിം ആയിട്ട് വരുന്നത് AX5 sp3d2 ഹൈബ്രിഡൈസേഷൻ അതുപോലെ തന്നെ AX5 അവിടുത്തെ അറ്റോമിസിറ്റി വരുന്നത്. ക്ലിയർ അല്ലേ? ഇന്നർ ഹാലജൻ കോമ്പൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലജൻ്റെ ഡയറക്റ്റ് കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് ഇന്നർ ഹാലജൻ കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഓൾസോ പ്രിപ്പയർഡ് by the action of halogen on lower interhalogen compounds. അതായത് ഒന്നെങ്കിൽ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് വേറെ ഹാലജൻ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, Cl2 + F2 gives ClF, Cl2 + 3F2 again ClF3, I2 + Cl ICl, I2 + 3Cl ICl3, Br + 3F2 BrF3, Br + 5F2 BrF5. അങ്ങനെ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലജൻ വഴിയിട്ടാണ് നമ്മുടെ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ദേ ആർ കോവലന്റ് കോമ്പൗണ്ട്സ് ഡ്യൂ ടു സ്മോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാലജൻസ്. കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കുറവാണ്. മോർ റിയാക്റ്റീവ് ദാൻ ദി കമ്പോണന്റ് ഹാലജൻ ഡ്യൂ ടു വീക്ക് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ 2 ഡിസിമിലർ ആറ്റം. അപ്പം മോർ റിയാക്റ്റീവ് ദാൻ ദി കമ്പോണന്റ്, ഒരാളെ എടുക്കുന്നതിനെക്കാട്ടിലും, ഇപ്പോൾ ഞാൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ക്ലോറിൻ ആണെങ്കിൽ, ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ക്ലോറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും ചിലപ്പം ICl. കാരണം ഇവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്ക് ബോണ്ടാണ്. They are strong oxidizing agent. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്റ്റെബിലിറ്റി ഇൻക്രീസസ് as സൈസ് ഓഫ് ദി സെൻട്രൽ ആറ്റം ഇൻക്രീസസ്. സെൻട്രൽ ആറ്റം അതായത് നമ്മൾ AX3 AX5 AX7 കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ A എന്ന് പറയുന്ന ആരാണോ ആ എയിൻ്റെ സൈസ് വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടും. ഇപ്പോൾ നമ്മൾ ICl എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ICl5 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ Iയുടെ സൈസ് നോക്കിക്കേ, Iയുടെ സൈസ് കമ്പാരിറ്റീവ്ലി BrF5 ICl കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബ്രോമിനെക്കാട്ടിലും വലുതാണ് അയഡിൻ. സോ അയഡിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ദേ ആർ ഡയമഗ്നറ്റിക് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ ഷെയർഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ദേ ആർ ഡയമഗ്നറ്റിക് ആണ്. നമുക്ക് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിന്റെ ഒരു ബ്രീഫ് നോക്കുവാണെങ്കിൽ AX ടൈപ്പിന് എക്സാമ്പിൾ ആണ് ClF, BrF, IF, BrCl, ICl, IBr തുടങ്ങിയ. ഇവിടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇങ്ങനെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഷേപ്പ് ലീനിയർ ഷേപ്പ് ആയിരിക്കും. ClF ഇങ്ങനെയല്ലേ ഉള്ളൂ. AX3 ആണെങ്കിൽ AX3 ടൈപ്പിൽ വരുന്നതാണ് ClF3, സെൻട്രൽ ആറ്റം Cl ആണ്. BrF3 സെൻട്രൽ ആറ്റം Br ആണ്. IF3 ICl3. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. കണ്ടോ, sp3d ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ഇവിടെ നമുക്കൊരു T ഷേപ്പ് പോലെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ ബോണ്ട് ആംഗിൾ മാത്രം നോക്കുമ്പോൾ നമുക്കൊരു T ഷേപ്പ് ഉണ്ടാവും. ഇവിടെ ഒരു T ഷേപ്പ് കിട്ടും. ഇനി 2 ലോൺ പെയർ ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഇയാൾ ഡയമഗ്നറ്റിക് ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ വേണം. ഇവർ രണ്ടുപേരും പെയർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് ഡയമഗ്നറ്റിക് ആണ്.
Again moving to AX5 type, CLF5, BRF5, IF5 ആണ് AX5 ടൈപ്പിന് എക്സാമ്പിൾ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആ 5 F ആറ്റംസ് ഇങ്ങനെയാണ് IF5ൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു പെയർഡ് ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് ടൈപ്പ് ഈ ഒരു ഷേപ്പിന് പറയുന്നത് സ്ക്വയർ പിരമിഡ് ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. അഗെയിൻ മൂവിങ് ടു AX7, എക്സാമ്പിൾ IF7 ആണ്. പെൻറ്റഗോണൽ ബൈപിരമിഡലാണ് ഷേപ്പ്, sp3d3 ആണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഫ്ലൂറിൻ ഈസ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ക്ലോറിൻ. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ക്ലോറിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. Therefore, fluorine can attract a shared pair of electron more easily and strongly than chlorine. Thus, fluorine can easily accept the pair of electron and undergoes reduction. Thus, fluorine is strong oxidizing agent than chlorine. നോട്ട് ഓൺ ചെയ്യണേ. ഫ്ലൂറിൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ. കാരണം എന്താണ്? ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു ക്ലോറിൻ. ക്ലോറിനെക്കാട്ടിലും ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ can attract a shared pair of electron towards itself. അതുകൊണ്ട് ഫ്ലൂറിൻ is the strongest oxidizing agent than chlorine.